അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യൂണിറ്റ് 2 അനസ് ബിൻ മാലിക് അൽ അൻസാരി മിൻ കിതാബി സുവരി മിൻ ഹയാത്തി സ്വഹാബ സുവർ മിൻ ഹയാത്തി സ്വഹാബ എന്ന പുസ്തകത്തിൽ നിന്ന് അനസ് ബിൻ മാലിക് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിത ചരിത്രവുമായി ബന്ധപ്പെട്ട പാഠമാണ് ഈ യൂണിറ്റിലുള്ളത്. ദാരിസുൽ അസീസ്, പ്രിയപ്പെട്ട പഠിതാവ്, ഹൽ തവദ്ദു, നീ ആഗ്രഹിക്കുന്നുവോ, അൽ ഐഷ, ജീവിക്കുവാൻ, ഫി റിഹ്ലത്തിൻ, ഒരു യാത്രയിലൂടെ. ആ യാത്ര എങ്ങനെയാണ്? അബ്റ സമനി ഇലാ സമനി റസൂൽ, കാലഘട്ടത്തിൽ നിന്ന് കാലഘട്ടത്തിലേക്ക്. ആരുടെ കാലഘട്ടം? സമനി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ഹാബിഹിൽ കിറാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അദ്ദേഹത്തിൻ്റെ അനുചരന്മാരുടെയും കാലത്തിലേക്ക്. ഹൽ തർഗബു ഫി തഅറുഫി അലാ സീറത്തി അബ്താലിൻ, ചില ഹീറോകളുടെ ജീവചരിത്രങ്ങളെപ്പറ്റി മനസ്സിലാക്കാൻ നീ ആഗ്രഹിക്കുന്നുവോ? ഏതാണ് ആ ബത്തലുകൾ, അബ്താലുകൾ, ഹീറോകൾ? നദറു ഹയാത്തഹും ലിനശ്രിൽ ഖൈരി വൽ ഹഖ് വൽ അദ്ലി, നീതിയും യാഥാർത്ഥ്യവും സത്യവും നന്മയും വ്യാപിപ്പിക്കുവാൻ വേണ്ടി ജീവിതം നേർച്ചയാക്കിയ അങ്ങനത്തെ ഹീറോകൾ. ഇൻ കുൻത കദാലിക ഫഅലൈക ബിഖിറാഅത്തി കിതാബി സുവരിൻ മിൻ ഹയാത്തി സ്വഹാബ, നിന്റെ ഉത്തരം അതെ എന്നാണെങ്കിൽ നീ നിർബന്ധമായിട്ടും സുവറും മിൻ ഹയാത്തി സ്വഹാബ എന്ന ഗ്രന്ഥം വായിക്കേണ്ടതുണ്ട്. അത് ലിൽ കാത്തിബിൽ കബീർ, വലിയ എഴുത്തുകാരനായ അബ്ദുറഹ്മാൻ റഫത്ത് അൽ പാഷയുടേതാണ്. മല്ലദി യുമയ്യിസു കിതാബ സുവരിൻ മിൻ ഹയാത്തി സ്വഹാബ, ഈ ഗ്രന്ഥത്തെ വ്യതിരിക്തമാക്കുന്ന കാര്യം എന്താണ്? ഒന്ന് ഉസ്ലൂബുഹു സഹിൽ, അതിൻ്റെ ലളിതമായ ശൈലിയാണ്. മറ്റൊന്ന് ഖിസസുൻ മുൽഹിമ, വഴി കാണിക്കുന്ന കഥകളാണ്. മറ്റൊന്ന് ദുറൂസുൻ വഇബറുൻ, പാഠങ്ങളും ഗുണപാഠങ്ങളുമാണ്. ഒരു തഅ്സീറുഹു അലൽ ഖാരി, വായനക്കാരനുണ്ടാക്കുന്ന സ്വാധീനമാണ്. ഈ വിഷയങ്ങളൊക്കെ കഴിഞ്ഞ യൂണിറ്റിൽ ചർച്ച ചെയ്തതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നില്ല. മറ്റൊന്ന് മല്ലദി സതസ്തഫീദുഹു മിൻ ഖിറാഅത്തി കിതാബ് മിൻ സുവരി ഹയാത്തി സ്വഹാബ, ഇത് വായിക്കുന്നത് കൊണ്ട് കിട്ടുന്ന നേട്ടം എന്തൊക്കെയാണ്? ഒന്ന് തഅറുഫു അലാ സീറത്തി സ്വഹാബ, സ്വഹാബത്തിൻ്റെ ജീവചരിത്രം മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊന്ന് തഅസീസു ഈമാനിക്, നിൻ്റെ ഈമാൻ അത് വർദ്ധിപ്പിക്കും, ശക്തിപ്പെടുത്തും. തഹ്സീനു അഖ്ലാഖിക്, നിൻ്റെ ധാർമ്മിക വശങ്ങളെ, സ്വഭാവങ്ങളെ അവ നന്നാക്കി തീർക്കും. തന്മിയത്തു മഹാറാത്തിക്കിൽ ലുഗവിയ, നിൻ്റെ ഭാഷാപരമായ ശേഷികളെ, സ്കില്ലുകളെ വർദ്ധിപ്പിച്ചു തരും. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ റഫത്ത് ഭാഷയുടെ പുസ്തകത്തിൻ്റെ സ്വഭാവവും സവിശേഷതയൊക്കെ പഠിച്ച കഴിഞ്ഞ യൂണിറ്റിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതുകൊണ്ട് ഈ ഭാഗം നമ്മൾ വായിച്ച് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് നമ്മൾ ഡിസ്കഷൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്. അനസ് ബിൻ മാലിക് അൽ അൻസാരി, നസുൽ മഖാല, ഈ ഒരു ആർട്ടിക്കിളിൻ്റെ, ഈ ഒരു ചരിത്രത്തിൻ്റെ കണ്ടൻറ്റ്, ആ പാർട്ട് ഇതാണ്. കാന അനസ് ബിൻ മാലിക്കിൻ ഫി ഉംറിൽ വർദി, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഉംറുൽ വർദ്, അദ്ദേഹത്തിൻ്റെ ആയുസ്സിൻ്റെ ആരംഭ കാലഘട്ടത്തിലായിരുന്നു. വർദ് എന്ന് പറഞ്ഞാൽ റോസാപ്പൂവാണ്. റോസാപ്പൂവിൻ്റെ ആയുസ്സിൽ എന്ന് പറഞ്ഞാൽ ആ ചെറുപ്പകാലത്ത് തന്നെ, ആ സമയത്തായിരുന്നു. എപ്പോൾ? ഹീന ലഖനതുഹു ഉമ്മുഹു അൽ ഗുമൈസ അഷ്ഷഹാദതൈനി, തൻ്റെ മാതാവ് അൽ ഗുമൈസ എന്ന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ അദ്ദേഹത്തിന് സത്യസാക്ഷ്യവാക്യങ്ങൾ ചൊല്ലിക്കൊടുത്തപ്പോൾ, ഷഹാദത്തൈനി, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന സത്യസാക്ഷ്യവാക്യം അത് ഉമ്മ ചൊല്ലിക്കൊടുക്കുന്ന ലക്കന ചൊല്ലിക്കൊടുക്കുന്ന സമയത്ത് ചെറിയ പ്രായമായിരുന്നു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്. വഅത്റഅത് ഫുആദുഹു, അദ്ദേഹത്തിൻ്റെ ഹൃദയം നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട്. ആ ഹൃദയം എങ്ങനത്തെ? ഗദ്ദായ, ഗദ്ദ് എന്ന് പറഞ്ഞാൽ മാർദ്ദവമുള്ള പച്ചപ്പുള്ള കൊമ്പുകൾക്കൊക്കെയാണ്, ചെടികളുടെ കൊമ്പുകൾക്കാണ് ഗദ്ദ് എന്ന് പറയുക. അപ്പോൾ ഫുആദുഹുൽ ഗദ്ദ്, മാർദ്ദവമായ അദ്ദേഹത്തിൻ്റെ ആ ഹൃദയം നിറഞ്ഞു. ബിഹുബ്ബി നബിയിൽ ഇസ്ലാമി മുഹമ്മദ് ബിൻ അബ്ദില്ല അലൈഹി അഫ്ദലു സ്വലാത്തി വസ്സലാം, മുഹമ്മദ് ബിൻ അബ്ദില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഇസ്ലാമിൻ്റെ പ്രവാചകനോടുള്ള സ്നേഹം കൊണ്ട് ആ കുഞ്ഞു ഹൃദയം അത് നിറഞ്ഞു തുളുമ്പി. ഫശുഗിഫ അനസുൻ ബിഹി ഹുബ്ബൻ അല സിമാഇ, കേട്ട കാര്യത്തിലൂടെ തന്നെ നബിയോടുള്ള ഇഷ്ടം അദ്ദേഹത്തിൽ വർദ്ധിച്ചു. വലാ ഗർവ, അല്ലെങ്കിലും അത്ഭുതപ്പെടാനില്ലല്ലോ. ഫൽ ഉദ്നു തഅശുഖു ഖബ്ല അൽ ഐനി അഹ്യാനൻ, പല സന്ദർഭങ്ങളിൽ കണ്ണുകളെ കൊണ്ട് കാണുന്നതിന് മുമ്പ് തന്നെ ഹൃദയം പലതിനെയും ആഗ്രഹിച്ചു പോകും, പ്രണയിച്ചു പോകും, ഇഷ്ടപ്പെട്ടു പോകും. അതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് അൽ ഗുമൈസ എന്ന മാതാവിൽ നിന്ന്
ധാരാളം കഥകൾ ചെറിയ പ്രായത്തിൽ തന്നെ കേട്ടപ്പോൾ തന്നെ നബിയെ കാണണം എന്ന ആഗ്രഹം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട്. വകം തമന്നൽ ഗുലാമു സ്വഗീറു, ഈ ചെറിയ കുട്ടി എത്രമാത്രമാണ് കൊതിച്ചത്. അയ്യംദിയ ഇലാ നബിയിഹി ഫി മക്ക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് മക്കയിലേക്ക് തന്നെ അങ്ങോട്ട് പോകാൻ തന്നെ. ഔ യഫിദർ റസൂലുൽ അഅലമു, അല്ലെങ്കിൽ ഉന്നതനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നത് എവിടെ? ഫി യസ്രിബ, യസ്രിബിലേക്ക്. യസ്രിബ മദീനയിലേക്ക്. മദീനയുടെ പഴയ പേര് യസ്രിബാണല്ലോ. വിശ്വാസം വന്നപ്പോഴാണ് മദീനത്തുർ റസൂൽ എന്ന അൽ മദീന എന്ന പേര് ഉണ്ടായിത്തീരുന്നത്. അപ്പോൾ ഒന്നുകിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഇങ്ങോട്ട് വരുന്നത്, അല്ലെങ്കിൽ മക്കയിലേക്ക് നബിൻ്റെ അടുക്കലേക്ക് പോകണമെന്ന് ഇത് ആ കുഞ്ഞു മനസ്സിൽ എത്രമാത്രമാണ് കൊതിച്ചിട്ടുള്ളത്. എന്തിനാണ് അങ്ങനെ? ലിയസ്അദ ബിറുഇയാഹു, നബിനെ കാണുന്നതിലുള്ള സന്തോഷം കണ്ടെത്താൻ വേണ്ടി. വയഹ്ന ബിലുഖിയാഹു, നബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള ആനന്ദവും സന്തോഷവും ലഭിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്കൊന്ന് വന്നെങ്കിൽ എന്ന്. ലം യംദി അലാ ദാലിക ത്വീലു വഖ്തിൻ, അങ്ങനെ കാലം ഒരുപാട് മുന്നോട്ട് കടന്നു പോയിട്ടില്ല. ഹത്ത, അപ്പോഴേക്കും സറാഫി യസ്രിബ അൽ മഹ്ദൂദ അൽ മഗ്ബൂത, ആ മദീനയിൽ ആകമാനം ഒരു വാർത്ത വ്യാപിച്ചു. സറ എന്ന് പറഞ്ഞാൽ വ്യാപിച്ചു. ആ മദീന യസ്രിബ് എങ്ങനത്താണ്? അൽ മഹ്ദൂദ, ഒരുപാട് സൗഭാഗ്യങ്ങൾ ലഭിച്ചിട്ടുള്ള. അൽ മഗ്ബൂത്ത, ലോകം മുഴുവനും കൊതിക്കുന്ന അങ്ങനത്തെ യസ്രിബ്. ആ യസ്രിബിൽ വ്യാപിച്ചിട്ടുണ്ട്. എന്താണ് ആ വ്യാപിച്ച വാർത്ത? അന്നൻ നബിയ സ്വല്ലവാത്തുല്ലാഹി വസലാമുഹു അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും വസാഹിബഹു, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ സുദ്ദീഖ് അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഫീ ത്വരീഖിഹിമാ ഇലൈഹ, രണ്ടുപേരും മദീനയിലേക്ക് വരുന്നുണ്ട് എന്ന വാർത്ത. ഫഖമറത്തിൽ ബഹ്ജത്തു കുല്ല ബൈത്തിൻ, എല്ലാ വീടുകളിലും ആനന്ദം വന്നു മൂടുകയാണ്. മലഅത്തിൽ ഫറഹ കുല്ല ഖൽബിൻ, എല്ലാ ഹൃദയങ്ങളെയും സന്തോഷം നിറക്കുകയും ചെയ്തു. എല്ലാ വീട്ടിലും ആനന്ദം നിറഞ്ഞു കവിഞ്ഞു ഈ വാർത്ത വന്നപ്പോൾ. അങ്ങനെ വതഅല്ലഖത്തിൽ ഉയൂനു വൽ ഖുലൂബു ബിത്വരീഖിൽ മൈമൂനി, ആ അനുഗ്രഹീത വഴിയിലേക്കായി കണ്ണും ഹൃദയവും. തഅല്ലഖ ബി, ബന്ധിക്കപ്പെട്ടു എന്നാണ്. കണ്ണുകളും ഹൃദയങ്ങളും ആ വഴികളിലേക്ക്, ആ വഴി എങ്ങനത്താണ്? ബിത്വരീഖിൽ മൈമൂൻ, അനുഗ്രഹം നിറഞ്ഞ ആ വഴിയിലേക്ക് കണ്ണും ഹൃദയവും നട്ടുനിന്നു. അല്ലദീ യഹ്മിലു ഖുതൻ നബി, ആ വഴി എന്ന് പറഞ്ഞതാണ് അത് വഹിച്ചു വരുന്നു. ഖുതാ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽപാദങ്ങളെ, ആ കാൽ സ്പർശനമേൽക്കുന്ന ആ വഴി, അനുഗ്രഹീത വഴി. വസ്വാഹിബഹു, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ്റെയും എവിടേക്കുള്ള വഴിയാണ്? ഇലാ യസ്രിബ്, യസ്രിബിലേക്കുള്ള. അപ്പോൾ എല്ലാവരും ആ വഴിയിലാണ് നോക്കുന്നത്, നബി എപ്പോൾ വരും എന്നുള്ളത്. വഅഖദൽ ഫിതിയാനു യുശീഊന മഅ ഇശ്റാഖതി കുല്ലി സബാഹിൻ, എല്ലാ രാവിലെയുടെ എല്ലാ പ്രഭാത സമയത്തും ചെറിയ കുട്ടികൾ, ഫിതിയാൻ ചെറുപ്പക്കാരെന്ത് ചെയ്യും? വാർത്തകൾ ഇങ്ങനെ പരത്തും. യുഷീഖന വാർത്ത പരത്തുക, അല്ലാത്ത വാർത്ത പരത്തുന്ന ഷാ യുഷീഖന. അപ്പോൾ ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ ചെറുപ്പക്കാരെന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ രാവിലെയും അവർ ഒരു വാർത്ത അങ്ങനെ പരത്തിക്കൊണ്ടിരിക്കും. എന്താണ് വാർത്ത? അന്ന മുഹമ്മദൻ ഖദ് ജാ, മുഹമ്മദ് വന്നിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫകാന യസ്അ ഇലൈഹി അനസ് റളിയല്ലാഹു അൻഹും, അങ്ങനെ അവിടേക്ക് ഓടിച്ചെല്ലും. മഅസ്സാഈന മിനൽ ഔലാദി സിഗാറി, ആ ചെറിയ കുട്ടികൾ ഓടിച്ചെല്ലുന്നതോടൊപ്പം അവരുടെ കൂടെ. ലാകിന്നഹു, പക്ഷേ അദ്ദേഹം ലാ യറാ ഷൈഅൻ, ഒന്നും കാണുന്നില്ല. വിശ്വാസം വന്നു എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒന്നും കാണുന്നില്ല. അങ്ങനെ ഫയഊദ കഈബൻ മഹ്സൂന, ദുഃഖിതനായി ശക്തമായ ദുഃഖത്തോടുകൂടെ അദ്ദേഹം തിരിച്ചു പോരും. യഊദ് തിരിച്ചു പോരും. കഈബ് പറഞ്ഞാൽ ശക്തമായ ദുഃഖത്തിനാണ് കഈബ് പറയാം. വഫി ദാത്തി സ്വബാഹി ഷദിയൽ അൻദാഇ, അങ്ങനെ ഒരു രാവിലെ ആ പ്രഭാതത്തിന് പ്രത്യേകം എന്താ? ഷദിയൽ അൻദാ, മഞ്ഞുതുള്ളികൾ പോലും സുഗന്ധമായ പ്രഭാതം. ഷദ എന്ന് പറഞ്ഞാൽ സുഗന്ധം, അൻദാ മഞ്ഞുതുള്ളികൾ. നദീരി റുവാഇ, പ്രകാശപൂരിതമായ ആ പ്രഭാതത്തിൽ ഹതഫ റിജാലുൻ ഫി യസ്രിബ്, ആ മദീനയിലെ ആളുകൾ, ചില പുരുഷന്മാർ അവർ ആർത്ത് വിളിച്ചു. നേരത്തെ കുട്ടികളായിരുന്നു, ഇപ്പോൾ കുറച്ച് വലിയ മുതിർന്നവരാണ് പറയുന്നത്. എന്തു പറഞ്ഞു? ഇന്ന മുഹമ്മദൻ വസാഹിബഹു ഗദൗ ഖരീബൈനി മിനൽ മദീന, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനും ഇതാ മദീനയോട് അടുത്തിരിക്കുന്നു. ഫതഫിഖ റിജാൽ യത്തജിഹൂന നഹ്വ ത്വരീഖിൽ മൈമൂൻ, അങ്ങനെ എല്ലാ മനുഷ്യന്മാരും, ആ പുരുഷന്മാരെല്ലാവരും യത്തജിഹൂന നഹ്വ ത്വരീഖ്, ആ വഴിയുടെ നേരെ തിരിഞ്ഞു. അൽ മൈമൂൻ,
അനുഗ്രഹീതമായ അല്ലദീ യഹ്മിലു അലൈഹിം നബിയൽ ഹദി വൽ ഖൈർ, നന്മയുടെ സന്മാർഗത്തിൻ്റെ നബിയെ കൊണ്ടുവരുന്ന ആ അനുഗ്രഹീത വഴിയിലേക്ക് അവിടെയുള്ള ചെറുപ്പക്കാരും അവിടെയുള്ള പുരുഷന്മാരൊക്കെ അവിടേക്ക് ഓടി വരാൻ തുടങ്ങി. വമദൗ യതസാബഖൂന ഇലൈഹി, അവരിങ്ങനെ തസാബഖറ മത്സരിക്കുക, അവർ മത്സരിച്ചു കൊണ്ട് മുന്നോട്ട് വന്നു. ജമാഅത്തിൻ കൂട്ടം കൂട്ടമായിട്ട്. തതഖല്ലലുഹും മസ്റാബുൻ മിൻ സിഗാരിൽ ഫിതിയാനി, ആ കൂട്ടങ്ങൾക്ക് ഇടയിൽ അസ്റാബ് വേറെ ചെറിയൊരു കൂട്ടമുണ്ട്. ആ കൂട്ടങ്ങൾ ഏതാണ്? മിൻ സിഗാരിൽ ഫിതിയാനി, ചെറിയ കുട്ടികളുടെ കൂട്ടങ്ങളും, വലിയ പുരുഷന്മാരുടെ കൂട്ടം, പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ ചെറിയ കുട്ടികളുടെ കൂട്ടം, വീണ്ടും പുരുഷന്മാരുടെ കൂട്ടം, ചെറിയ കുട്ടികളുടെ കൂട്ടം. ആ കുട്ടികളൊക്കെ എങ്ങനത്തെ കുട്ടികളാണ്? തുസഗ്രിദു അലാ വുജൂഹിഹിം, അവരെ മുഖത്ത് സന്തോഷത്തിൻ്റെ ഗീതം പാടുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്. ആരാ പാടുന്നത്? ഫറഹത്തുൻ, സന്തോഷമാണ് പാട്ട് പാടുന്നത്. മുഖത്ത് സന്തോഷം, പാട്ട് പാടുന്നു എന്ന് പറഞ്ഞാൽ സന്തോഷം തത്തിക്കളിക്കുന്നു. അത് തഗ്മിറു ഖുലൂബുഹും സഗീറ, തഗ്മിറു ഖുലൂബഹും സഗീറ, അവരാ ചെറിയ കുഞ്ഞു ഹൃദയങ്ങളെ അത് മൂടിക്കളയുന്നതാണ്. വതുത്രിഉ അഫ്ഇദതഹുമുൽ ഫതിയ, ആ കുട്ടികളുടെ അവരുടെ കുഞ്ഞു മനസ്സുകളെ നിറക്കുന്നതാണ്. വകാന ഫീ തുലീഅതി ഹഉലാഇ സ്വിബിയ, ഈ കുട്ടികളുടെ കൂട്ടത്തിൻ്റെ മുൻപന്തിയിലുണ്ടായിരുന്നു അനസ് ബിൻ മാലിക് അൻസാരി റളിയല്ലാഹു അൻഹു. അഖ്ബല റസൂൽ, അങ്ങനെ വിശ്വാസം വന്നു. മഅ സാഹിബിഹി സുദ്ദീഖ്, തൻ്റെ കൂട്ടുകാരൻ സുദ്ദീഖിൻ്റെ കൂടെ. വമദയ ബൈന അദ്ഹുരിൽ ജുമൂഇ സാഖിറ മിനർ റിജാലി വൽ വിൽദാനി, ആ കുട്ടികളുടെയും ആ പുരുഷന്മാരുടെയും നിറഞ്ഞു കവിഞ്ഞ സംഘങ്ങൾക്കിടയിൽ അവരിങ്ങനെ പൊങ്ങി വരുന്നുണ്ട്, തെളിഞ്ഞു വരുന്നുണ്ട്. അൽ ജുമൂഇ സാഖിറ, നിറഞ്ഞ കൂട്ടങ്ങൾ. അവർക്കിടയിൽ അൽഹുർ, അവർക്കിടയിൽ ഇങ്ങനെ ഇവർ രണ്ടുപേരും ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. അമ്മൻ നിസ്വ, അപ്പോൾ ഇവിടെ കുട്ടികളുടെ അവസ്ഥ പറഞ്ഞു, പുരുഷന്മാരുടെ അവസ്ഥ പറഞ്ഞു, ഇവരൊക്കെ കാണാൻ വേണ്ടി നിൽക്കുകയാണ്. അമ്മൻ നിസ്വ എന്നാൽ സ്ത്രീകൾ, അവരൽ മുഖദ്ദറാത്തി, അവരിങ്ങനെ ഹിജാബ് സ്വീകരിച്ച് മറഞ്ഞു നിൽക്കുകയാണ്. വസ്വബായ അസ്വഗീറാത്തി, ചെറിയ പെൺകുട്ടികൾ, സ്വബായ പെൺകുട്ടികൾ, അസ്വഗീറാത്തി ഈ ചെറിയ പെൺകുട്ടികളാകട്ടെ ഫഖദ് അലൗന സുതൂഹൽ മനാസിൽ, വീടുകളുടെ മുകൾ തട്ടിൽ ഇങ്ങനെ കയറി നിന്നിട്ടുണ്ട്. വജഅൽന യതറാഅയ്ന, അവരിങ്ങനെ നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസമയിലേക്ക്. വയഖുൽന, അവരിങ്ങനെ ആർത്ത് ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ പറയുന്നുണ്ട്, അയ്യുഹും ഹുവ, ആരാണ് അദ്ദേഹം, ഏതാണ് അദ്ദേഹം, അല്ലേ? രണ്ട് വ്യക്തികൾ ആൾക്കൂട്ടത്തിനിടയിൽ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ വരുന്ന മാത്രമാണ് അവർ കാണുന്നത്. ആ വ്യക്തികളുടെ കൂട്ടത്തിൽ ഏതാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അവർ ചോദിക്കുന്നുണ്ട്. ഫകാന ദാലിക്കൽ യൗമൻ മഷ്ഹൂദ, ആ ദിവസം അത് ചരിത്രത്തിൻ്റെ ഭാഗമായ, ചരിത്രത്തിൽ മഷ്ഹൂദായ മഅറൂഫായ ഒരു ദിവസമാണ്. ഏതാണ് ദിവസം? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ വന്ന ദിവസം, ചരിത്രം രേഖപ്പെടുത്തിയ ദിവസമാണത്. ദല്ല അനസ് ബിൻ മാലിക് യദ്കുറുഹു, ആ ദിവസത്തെ അനസ് ബിൻ മാലിക് ഓർക്കുകയാണ്. ഹത്താ നയ്യിഫിൻ അലൽ മിഅത്തി മിൻ ഉംരിഹി, തൻ്റെ ആയുസ്സിൽ 100 ചില്ലാനം വയസ്സെത്തിയിട്ടും. നയ്യിഫ് പറഞ്ഞാൽ 1 മുതൽ 3 വരെയുള്ള എണ്ണത്തിന് നയ്യിഫ് അറിയാം. അവ 100-ലധികം വയസ്സും പ്രായവും എത്തിയ അനസ് റളിയല്ലാഹു അൻഹു ഇപ്പോഴും ആ ദിവസത്തെ ഓർക്കുന്നു. മാകാദർ റസൂലുൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്തഖിറു ബിൽ മദീന, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തി ഒന്ന് സ്ഥിരപ്പെടുത്തുന്നതിന് മുമ്പ് ഹത്താ ജാഅത്തിൽ ഉമൈസ ബിൻതു മിൽഹാൻ ഉമ്മി അനസ് റളിയല്ലാഹു അൻഹു ഉമ്മയായ അൽ ഉമൈസ ബിൻതു മിൽഹാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വരുന്നുണ്ട്. വകാന മഅഹാ ഗുലാമുഹ അസ്സഗീർ, അവളെ കൂടെ അവളുടെ ഈ ചെറിയ കുട്ടിയായ അനസ് റളിയല്ലാഹു അൻഹുമുണ്ട്. വഹുവ യസ്അ ബൈന യദൈഹ, അവളുടെ മുന്നിൽ ആ കുഞ്ഞാണ് ഓടി വരുന്നത്. വദുആബതാഹു തനൂസാനി അലാ ജബീനിഹി, അദ്ദേഹത്തിൻ്റെ ദുആബത്ത്, അനസ് റളിയല്ലാഹുവിൻ്റെ കുഞ്ഞായ അനസ് റളിയല്ലാഹുവിൻ്റെ ദുആബ എന്ന് പറഞ്ഞാൽ നീണ്ടു നിൽക്കുന്ന മുടി. ദുആബതാഹു, രണ്ട് ഭാഗത്തും കൂട്ടമായിട്ട് രണ്ട് ഭാഗത്തും മുടി നീണ്ടു നിൽക്കുന്നുണ്ട്. അവ രണ്ടും തനൂസാനി അലാ ജബീനിഹി, അദ്ദേഹത്തിൻ്റെ നെറ്റിത്തടത്തിലേക്ക് ഇങ്ങനെ രണ്ട് ഭാഗത്തും തൂങ്ങി നിൽക്കുന്നുണ്ട്. തനൂസാൻ, ഇവ രണ്ടും തൂങ്ങി നിൽക്കുന്നു. അലാ ജബീനിഹി, ജബീൻ നെറ്റിത്തടം. സുമ്മ ഹയ്യത്തിൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം വഖാലത്ത്, അങ്ങനെ അവർ നബിൻ്റെ അടുക്കലെത്തിയ നബിക്ക് തഹിയ്യത്ത് കൊടുത്തു, സലാം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ലം യബ്ഖ റജുലൻ വലം ഇംറഅത്തുൻ മിനൽ അൻസാർ, അൻസാറുകളിൽ നിന്നുള്ള ഒരു പെണ്ണോ ഒരു പുരുഷനോ ഒരാണോ പെണ്ണോ അവശേഷിക്കുന്നില്ല. ഇല്ലാ വഖദ് അത്ഹഫക ബിതുഹ്ഫത്തിൻ, അങ്ങേക്ക് മുന്നിലേക്ക് വന്ന് എന്തെങ്കിലും ഒരു സമ്മാനം സമർപ്പിക്കാതെ ഈ അൻസാറുകളുടെ കൂട്ടത്തിൽ ഒരാണും പെണ്ണുമില്ല. വ ഇന്നി ലാ അജിദു മാ അത്ഹഫുക ബിഹി, പക്ഷേ റസൂലേ,
ഞാൻ സാധുവാണ്, എൻ്റെ കയ്യിൽ അങ്ങേക്ക് സമ്മാനം നൽകാനായി ഒന്നുമില്ല. ഗൈറ ബിനി ഹാദ, എൻ്റെ ഈ കുഞ്ഞല്ലാതെ. ഫഖുദ്ഹു, ഈ കുഞ്ഞിനെ നിങ്ങൾ സ്വീകരിക്കുക. ഫല്യഖ്ദിം കമാ ശിഅ്ത, നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്ത് സേവനവും അവനിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഏത് സേവനവും ചെയ്യാൻ പറ്റിയ ഈ കുഞ്ഞിനെ നിങ്ങൾ കൂടെ കൂട്ടുക. ഇത് കേട്ടപ്പോൾ ഫഹഷൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ലിൽ ഫത സഗീർ, ആ ചെറിയ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചു. ഹഷ, മുഖത്ത് നോക്കി ചിരിക്കുക പറയാം. വബഷ, സന്തോഷത്തോടെ കാണുന്ന ബഷ എന്ന് പറയാം. നബി വിശ്വാസം എന്ത് ചെയ്തു? സന്തോഷത്തോടെ ആ കുഞ്ഞിനെ നോക്കി. മസഹറ സഹൂബിയദിഹി ഷരീഫ, തൻ്റെ പരിശുദ്ധമായ കരം കൊണ്ട് ആ കുഞ്ഞിൻ്റെ തലയിൽ നബി വിശ്വാസം തലോടി. വമസ്സദു ആബതഹു ബി അനാമിലിഹി നദിയ, തൻ്റെ മാർദ്ദവമായ വിരൽ തുമ്പുകളെ കൊണ്ട് അവൻ്റെ ദുആബയിൽ ആ നീണ്ടു നിൽക്കുന്ന മുടിയിലൂടെ അങ്ങനെ വിശ്വാസം അങ്ങനെ തലോടി. നബിയുടെ കൈ നദിയ എന്ന് പറഞ്ഞാൽ, നദിയ എന്ന് പറഞ്ഞാൽ നനവുള്ള, അതുപോലെ മിനുസമുള്ള എന്നൊക്കെയാണ് അർത്ഥം. നബിയുടെ കൈയിനെ പറ്റി, കൈസ്പർശനത്തെ പറ്റി നമുക്ക് വായിക്കാൻ കഴിയും. അത് പരുക്കമായതോ പരുഷമായതോ ആയിരുന്നില്ല, പകരം അത് പട്ടുമെറ്റയെപ്പോലെ സോഫ്റ്റായതായിരുന്നു എന്ന് മറ്റു ചരിത്രഭാഗങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ ഏതായാലും വിശ്വാസം തൻ്റെ ആ മൃദുലമായ കൈ കൊണ്ട് അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ നെറ്റിയിലേക്ക് താഴ്ന്നു കിടക്കുന്ന മുടിയിലൂടെ അങ്ങനെ വിരലോടിച്ചു. വദമ്മഹു ഇലാ അഹ്ലിഹി, അന്ന് മുതൽ തൻ്റെ കുടുംബത്തിലേക്ക് അനസ് റളിയല്ലാഹു അൻഹു വിശ്വാസം ചേർത്തു. കാന അനസ് ബിൻ മാലിക്കിൻ, അനസ് റളിയല്ലാഹു അൻഹു, ഔ ഉനൈസിൻ, അല്ലെങ്കിൽ കമാ കാനു യുനാദൂനഹു തദ്ലീലൻ, പലപ്പോഴും അവർ അദ്ദേഹത്തെ അനസിനെ വിളിച്ചിരുന്നത് സ്നേഹത്തോടെ വിളിച്ചത് ഉനൈസ് എന്നായിരുന്നു. ആ സമയത്ത് അനസ് റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ ഉനൈസ് ഫിൽ ആശിറ മിൻ ഉംരിഹി, 10 വയസ്സാണ് പ്രായം. യൗമ സഇദ ബിഖിദ്മത്തിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, എപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സേവനം അനുഷ്ഠിക്കുക എന്ന സൗഭാഗ്യം ലഭിച്ച സമയം. അനസ് റളിയല്ലാഹു പ്രായം 10 വയസ്സ്. വദല്ല യഈഷു ഫീ കനഫിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരവാദിത്തത്തിൽ അദ്ദേഹം ജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കനഫ് എന്നാൽ ഉത്തരവാദിത്തം, മസ്ഊലിയത്ത്. അതോടൊപ്പം വരി ആയത്തിഹി, നബിയുടെ പരിചരണത്തിലും. ഇലാ അൻ ലഹിഖൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിർറഫീഖിൽ അഅ്ല, ഉന്നതന്മാരുടെ പദവിയിലേക്ക് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു ചേരുന്നതുവരേക്കും ആ 10 വയസ്സ് മുതൽ അനസ് റളിയല്ലാഹു നബിൻ്റെ കൂടെ കൂടി ഉന്നതന്മാരിലേക്ക് ചേരുമെന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് വരേക്കും. ഫകാനത്ത് മുദ്ദത്തു സുഹ്ബത്തിഹി ലഹു 10 സനവാത്തിൻ കാമിലാത്തിൻ, അഥവാ പൂർണ്ണമായ 10 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അനസ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അതിൻ്റെ മുദ്ദത്ത് സുഹബ, ആ സഹവാസത്തിൻ്റെ കാലം എന്ന് പറയുന്നത്. ഈ കാലത്തിനിടയ്ക്ക് നഹല ഫീഹാ മിൻ ഹദിയിഹി, അദ്ദേഹത്തിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗങ്ങളിൽ നിന്ന് ആവോളം കുടിക്കാൻ ഭാഗ്യം ലഭിച്ചു. നഹല, കുടിച്ചു. ആ നബിയുടെ മാർഗങ്ങളിൽ നിന്ന്, ശരീരയിൽ നിന്ന് ആവോളം കുടിച്ചു. എത്രത്തോളം? മാ സക്കാബിഹി നഫ്സഹു, ആ കുഞ്ഞിൻ്റെ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ പരിശുദ്ധമാക്കാൻ എന്തൊക്കെ ആവശ്യമുണ്ടോ അത്രമാത്രം ഇൽമുകളെ കോരിക്കുടിച്ചു. വഅമിൻ ഹദീസിഹി മാ മലഅ ബിഹി സുദ്റഹു, ഹൃദയത്തെ നിറക്കുവാൻ മാത്രം പര്യാപ്തമായ ഹദീസുകൾ അദ്ദേഹം മനഃപ്പാടമാക്കി, ഹിഫ്ളാക്കി. വഅറഫ മിൻ അഹ്വാലിഹി, നബിൻ്റെ അവസ്ഥകളെ തിരിച്ചറിഞ്ഞു. വഅഖ്ബാരിഹി വഅസ്റാരിഹി, നബിയുടെ രഹസ്യങ്ങളും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ വൃത്താന്തങ്ങളും. വശമാഇലിഹി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിശേഷതകളൊക്കെ, അതൊക്കെ അദ്ദേഹം മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്തു. മാലം യഅരിഫുഹു അഹദുൻ സിവാഹു, അദ്ദേഹത്തിനല്ലാത്ത മറ്റാർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത അത്ര. കാരണം നബിയോടൊപ്പമാണ്, നബി സദാസമയം നബിയുടെ കൂടെയാണ് 10 വർഷം. വഖദ് ലഖിയ അനസ് ബിൻ മാലിക് മിൻ കരീമി മുആമലത്തിൻ നബിയ്യി സ്വല്ലല്ലാഹി വസലാമിഹി അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാന്യമായ സഹവാസത്തിന് സാക്ഷ്യം വഹിച്ചു. അനസ് അത് കണ്ടു. അതാവട്ടെ മാലം യൽഫർ ബിഹി വലദുൻ മിൻ വാലിദിൻ, ഒരു കുട്ടിക്കും ലോകത്തൊരു കുഞ്ഞിനും തൻ്റെ പിതാവിൽ നിന്ന് ലഭിക്കുന്നതിനപ്പുറമായിരുന്നു, അല്ലെങ്കിൽ ഒരു പിതാവിൽ നിന്ന് ലഭിക്കാത്തതായിരുന്നു. സ്വന്തം പിതാവല്ലാതിരുന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റത്തിലൂടെ അനസ് റളിയല്ലാഹു അൻഹു ലഭിച്ചിട്ടുള്ളത്. വദാഖ മിൻ നബീലി ശമാഇലിഹി, പ്രവാചകൻ്റെ ജീവിത രീതിയിൽ നിന്ന് ഉന്നതമായ രീതിയെ അദ്ദേഹം അനുഭവിച്ചു. വജലീലി ഖസായിസിഹി, പ്രവാചകൻ്റെ അത്യുന്നതമായ സവിശേഷതകളെ. മാ തഗ്ബിതുഹു അലൈഹി ദുനിയ, ലോകം മുഴുവനും അത് കിട്ടാനാണല്ലോ കൊതിക്കുന്നത്. അത് കിട്ടി അനുഭവിച്ചത് ടേസ്റ്റ് നോക്കി ആ രൂപത്തിൽ അനസ് റളിയല്ലാഹു അൻഹു ഭാഗ്യമുണ്ടായി. ഫലതുറുക ലി അനസിൻ അൽ ഹദീസ, നമുക്ക് അനസിനെ തന്നെ വിട്ടുകൊടുക്കാം ആ ഹദീസിനെ പറ്റി, സംസാരത്തെപ്പറ്റി. അൻ ബഅദി സുവരിൽ വല്ലാഅ,
ആ തിളക്കമുള്ള ചില നിമിഷങ്ങളെ വർണ്ണിക്കുവാൻ മിൻഹാദിഹിൽ മുആമലത്തിൽ കരീമ, ഉന്നതമായ പ്രവാചകൻ്റെ സഹവാസത്തിനുള്ള അലതിലഖിയ ഹാഫി റിഹാബിൻ നബിയ്യി സംഹിൽ കരീം, മാന്യനായ വിട്ടുവീഴ്ചയുടെ പ്രവാചകൻ്റെ പരിസരത്തിൽ അദ്ദേഹം കണ്ടെത്തിയ ആ മാന്യമായ ഇടപഴകലുകൾ ഫഹുബിഹ അദ്റ, അതിനെപ്പറ്റി ഏറ്റവും കൂടുതൽ അറിയുന്നവൻ അദ്ദേഹം തന്നെയാണ്. വഅല വസ്ഫിഹ അഖ്വ, ഏറ്റവും സുന്ദരമായി അതിനെ വിവരിക്കാനും കഴിയുക അനസ് റളിയല്ലാഹു അൻഹുവിനെ തന്നെയാണ്. ഖാല അനസ് ഇബ്നു മാലിക് എന്ന് പറയാണ്, ഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു വസലാമുഹു അലൈഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു മിൻ അഹ്സനിൻ നാസി ഖുലുഖൻ, ആളുകളിൽ വെച്ച് ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമ, വഅർഹബിഹിം സുദ്റൻ, ഏറ്റവും ഹൃദയത്തിന് വിശാലതയുള്ളവൻ. ഹൃദയവിശാലത എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടാത്തവൻ. ദേഷ്യപ്പെടുന്ന ആളുകൾ ഹൃദയം ലയ്യക്കെന്ന് പറയാം. ഇത് ഹൃദയ വിശാലതയിൽ ഏറ്റവും അധികമുള്ളവൻ. വഔഫറുഹും ഹനാന, ഏറ്റവും ധാരാളം ഏറ്റവും അധികമായി അനുകമ്പയുള്ളവൻ. ഔഫറന കസീർ, അക്സർ. ഹനാൻ അനുകമ്പയും റഹ്മത്തിനാണ് ഹനാൻ പറയുക. അപ്പോൾ ഏറ്റവും അധികം അനുകമ്പയുള്ള, ഏറ്റവും അധികം ഹൃദയവിശാലതയുള്ള, മനുഷ്യരിൽ ഏറ്റവും അധികം സൽസ്വഭാവമുള്ള വ്യക്തി അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. ഒരു സംഭവം കാണാൻ അദ്ദേഹം പറയാണ്, ഫഖദ് അർസലനി യൗമൻ ലിഹാജത്തിൻ, എന്നെ ഒരിക്കൽ ഒരാവശ്യത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ചു. ഫഖറജ്തു, ഞാൻ പുറപ്പെട്ടു. വഖസത്തു സുബിയാന, ആ സമയത്ത് ഞാൻ പോണ വഴിയിൽ കുറച്ച് കുട്ടികളെ ഞാൻ കണ്ടു. ഞാൻ അവരുടെ അടുക്കിലേക്ക് പോയി. യൽഅബൂന ഫി സൂഖി, അവർ ആ മാർക്കറ്റിൻ്റെ അടുത്ത് അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവരിലേക്ക് പോയി. അൽ അബ മഅഹും, അവരോടൊന്നിച്ച് കളിക്കാൻ. കാരണം അനസ് റളിയല്ലാഹു കുഞ്ഞാണ്, ആ കളിക്കുന്ന പ്രായമാണ്. ആ സമയത്താണ് തൻ്റെ കൂട്ടുകാരെ സമാനമായ പ്രായത്തിലുള്ള കുട്ടികൾ കളിക്കുന്നത് കാണുന്നത്. അദ്ദേഹത്തെ ഏൽപ്പിച്ച കാര്യം മറന്ന് അവിടേക്ക് പോയി. വലം അദ്ഹബ് ഇലാ മ അമറനി ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ പറഞ്ഞയച്ച കാര്യം ഞാൻ അവിടേക്ക് പോയില്ല. ഫലമ്മാ സുർതു ഇലൈഹിം, അങ്ങനെ ഞാൻ അവരിലേക്ക് എത്തി. അവിടെ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ അവരുടെ കൂടെ കളിക്കുകയാണ്. ആ സമയത്ത് ശഅർതു ബി ഇൻസാനിൻ യഖിഫു ഖൽഫി, എൻ്റെ പിറകിൽ ഒരു മനുഷ്യൻ നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. വയഖുദു ബി സൗബി, എൻ്റെ വസ്ത്രത്തിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഫൽതഫത്തു, അങ്ങനെ ഞാൻ തിരിഞ്ഞു നോക്കി. ഫഇദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യബ്തസിമു വയഖൂലു, അപ്പോൾ എൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ കണ്ടു. എന്താ പറഞ്ഞത്? യാ ഉനൈസ് അദഹബ്ത ഹൈസു അമർതുക്, അല്ല കുഞ്ഞു അനസേ, അദഹബ്ത ഹൈസു അമർതുക്, ഞാൻ നിന്നോട് പറഞ്ഞയച്ച സ്ഥലത്തേക്ക് നീ പോയോ? അവിടെ വിളിച്ച വാക്കുപോലും യാ ഉനൈസ് എന്നാണ്. ഫർതകബ്തു, എൻ്റെ നാവിന് ഇടർച്ച വന്നു, എന്ത് പറയണമെന്നറിയില്ല. വഖുൽതു, ഞാൻ കുറച്ച് തപ്പിത്തടഞ്ഞു പറഞ്ഞു, നഅം ഇന്നി ദാഹിബുൻ അൽ ആന യാ റസൂലല്ലാഹ്, അതേ നബിയെ ഞാൻ ഇപ്പോൾ അവിടേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. വല്ലാഹി ലഖദ് ഖദംതുഹു 10 സിനീൻ, അൻസർ പറയാണ്. അനുസരിച്ചോടെ ദേഷ്യപ്പെടുക അല്ലെങ്കിൽ ആ നിലക്കുള്ള ഒരു പെരുമാറ്റമൊന്നും ഉണ്ടായില്ല. അവിടെ ചേർത്തി പറയാണ്, വല്ലാഹി ലഖദ് ഖദംതുഹു 10 സിനീൻ, അള്ളാഹുവിനെ തന്നെ 10 വർഷം അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ സേവനം അനുഷ്ഠിച്ചു. ഫമാ ഖാൽ ഷൈഇൻ സനഅതുഹു, ഞാൻ ചെയ്ത ഒന്നിനെക്കുറിച്ചും പ്രവാചക തിരുമേനി ചോദിച്ചില്ല. ലിമ സനഅതഹു, എന്തിനാണ് അനസേ നീ ഇത് ചെയ്തത്? വലാ ലിഷൈഇൻ തറക്തഹു, ഞാൻ ഒഴിവാക്കിയ കാര്യത്തെപ്പറ്റി എന്തുകൊണ്ടത് ചെയ്തില്ല എന്ന് എന്നോട് വിശ്വാസം ചോദിച്ചില്ല. അല്ലേ, അൻസറിൻ്റെ സംഭവം ഓർക്കാണ്. 10 വർഷം ഒരുമിച്ച് ജീവിച്ചു എന്ന് പറയുമ്പോൾ എന്തെല്ലാം സംഭവങ്ങൾ ഓർക്കാനുണ്ട്, പറയാനുണ്ട്. യുദ്ധങ്ങൾ, മറ്റു അനുഭവങ്ങൾ, യാത്രകളൊക്കെ പറയുമ്പോഴും ഈ ചെറിയ സംഭവത്തെപ്പോലും ഇന്നും അനസ് റളിയല്ലാഹു മനസ്സിൽ ഓർക്കുന്ന രൂപത്തിൽ ഈ പ്രായമായ സമയത്ത് പോലും അനസ് റളിയല്ലാഹു പിന്നീട് പറയുമ്പോൾ പ്രവാചകൻ്റെ പെരുമാറ്റം എത്രമാത്രം ആ കുഞ്ഞു മനസ്സിനെ സ്വാധീനിച്ചിരുന്നു എന്ന് ഈ ചരിത്രത്തിൽ നമുക്ക് വായിക്കാം. വക്കാന റസൂൽ സ്വല്ലല്ലാഹു വസല്ലമു അലൈഹി, റസൂലുള്ളാഹി ആയിരുന്നു ഇദാനാദ അനസൻ സഗറഹു, അനസാന് വിളിക്കുമ്പോഴൊക്കെ സഗറഹു തസ്ഗീറോട് കൂടിയാണ്, കുഞ്ഞ് എന്ന് വിളിച്ചുകൊണ്ടാണ് പറയുക. തഹബ്ബുബൻ വതദ്ലീലൻ, അനസ് റളിയല്ലാഹുവിന്റെ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട്. ഫതാറത്തൻ യുനാദിഹി, ചില സമയം നബി വിളിക്കും യാ ഉനൈസ്, കുഞ്ഞു അനസേ. വൗഖറ, മറ്റു ചില സമയത്താവട്ടെ യാ ബുനയ്യ, എൻ്റെ പൊന്നുമോനെ എന്ന് വിശ്വാസം വിളിക്കാറുണ്ട്. വകാന യുഗ്ദിഖു അലൈഹി മിൻ നസാഇഹ്, ഇങ്ങനെ വിളിച്ചിട്ട് വിശ്വാസം എന്ത് ചെയ്യും? ധാരാളമായി ഉപദേശങ്ങൾ അനസ് റളിയല്ലാഹു അൻഹു കൊടുക്കുമായിരുന്നു. വമവാഇലഹു, വ്യത്യസ്തങ്ങളായ സതുപദേശങ്ങൾ. മാ മലഅ ഖൽബഹു വമലക ലുബ്ബഹു, അദ്ദേഹത്തിൻ്റെ ബുദ്ധിയെ ഉടമപ്പെടുത്താൻ പറ്റിയ, ഹൃദയം നിറക്കാൻ പറ്റിയ അത്രമാത്രം ഗുണകാംക്ഷയും ഉപദേശങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു അൻഹു പകർന്നു കൊടുത്തു. മിൻ ദാലിക ഖൗലുഹു ലഹു, അങ്ങനെ കൊടുത്ത ഒരുപാട് ഉപദേശങ്ങൾ ഒരു ഉപദേശമാണ്. അനസ് കുഞ്ഞ് എന്ന് വിളിച്ചിട്ട് പറയാണ്, ഇൻ ഖദർത അൻ തുസ്ബിഹ വ തുംസിയ, നിനക്ക് പ്രഭാതത്തിലും വൈകുന്നേരവും ആവാൻ സാധിക്കുമെങ്കിൽ,
എങ്ങനെ വലൈസ അലാ ഖൽബിക ഗിശ്വൻ ലി അഹദിൻ, ഒരാളോടും നിൻ്റെ ഹൃദയത്തിൽ ഒരു ഗിഷുമില്ലാത്ത നിലക്ക്, ഗിഷറ വഞ്ചന പക എന്നൊക്കെയാണ്. അങ്ങനെ നിനക്ക് ഒരു രാവും പകലും നിൽക്കാൻ കഴിയുമെങ്കിൽ ഫഫ്അൽ, നീ അങ്ങനെ ചെയ്യണം. യാ ബുനയ്യ, എൻ്റെ മോനെ, ഇന്ന ദാലിക മിൻ സുന്നത്തി, അതെൻ്റെ ചര്യയുടെ ഭാഗമാണ്. അമൻ അഹ്യാ സുന്നത്തി ഫഖദ് അഹബ്ബത്നി, ആരെങ്കിലും എൻ്റെ ചര്യയെ മുറുകെ പിടിച്ചാൽ, അവ ജീവിപ്പിച്ചാൽ, എൻ്റെ സുന്നത്തിനെ ജീവിപ്പിച്ചാൽ, ഫഖദ് അഹബ്ബനി, അവൻ എന്നെ സ്നേഹിച്ചു. വമൻ അഹബ്ബനി, ആരെങ്കിലും എന്നെ സ്നേഹിച്ചാൽ, കാന മഅി ഫിൽ ജന്ന, അവൻ എൻ്റെ കൂടെ സ്വർഗത്തിലായിരിക്കും. യാ ബുനയ്യ, മോനെ, വിശ്വാസം പറഞ്ഞ ഉപദേശങ്ങൾ മറ്റൊരു ഉപദേശമാണ്. പൊന്നു മോനെ, ഇദാ ദഖൽത അലാ അഹ്ലിക്, നിൻ്റെ കുടുംബത്തിലേക്ക് നീ കയറി വന്നാൽ, ഫസല്ലിം, നീ അവരോട് സലാം പറയുക. യകുൻ ബറകതൻ അലൈക വഅലാ അഹ്ലി ബൈതിക, അത് നിനക്കുള്ള അനുഗ്രഹമാണ്, നിൻ്റെ വീട്ടിലുള്ളവർക്കുള്ള അനുഗ്രഹമാണ് എന്ന്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഉപദേശങ്ങൾ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സ്നേഹത്തോടെ പകർന്നു കൊടുക്കുന്ന നിമിഷങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയും. ആയിഷ അനസ് ബിൻ മാലിക്കിൻ ബഅദ വഫാത്തിർ റസൂൽ അലൈഹി സ്വലാത്തു വസ്സലാം നയ്യിഫൻ വസമാനീന ആമൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അനസ് റളിയല്ലാഹു അൻഹു പിന്നെയും 80 ചില്ലാനം വർഷം ജീവിച്ചു. നയ്യിഫ് ചില്ലാനം. മലഅ ഖിലാലഹ സുദൂറ ഇൽമൻ മിൻ ഇൽമിർ റസൂൽ അൽ-അഅ്സം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ജീവിച്ച 80 വർഷ കാലഘട്ടത്തിൽ ഹൃദയങ്ങളെ വിജ്ഞാനം കൊണ്ട് നിറച്ച വ്യക്തിയാണ്. ഏത് വിജ്ഞാനം? ഇൽമൻ മിൻ ഇൽമിർ റസൂൽ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വിജ്ഞാനത്തിൽ നിന്ന്. വഅത്റഅ ഫീഹൽ ഉഖൂല, ബുദ്ധികളെ നിറച്ചു, അത്രാന നിറച്ചു. ഫിഖ്ഹൻ മിൻ ഫിഖ്ഹിൻ നുബുവ, ഫിഖ്ഹ് കൊണ്ട്, കർമ്മശാസ്ത്രം കൊണ്ട്. ആരുടെ കർമ്മശാസ്ത്രം? പ്രവാചകൻ പഠിപ്പിച്ച. വഅഹ്യാ ഫീഹൽ ഖുലൂബ, ഹൃദയങ്ങളെ ജീവിപ്പിച്ചു. ബിമാ ബസ്സഹു ബൈന സ്വഹാബ വത്താബിഈന, താബിഈങ്ങൾക്കും സ്വഹാബികൾക്കും ഇടയിൽ വ്യാപിപ്പിച്ചുകൊണ്ട്. മിൻ ഹദിയിൻ നബിയ്യി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ വ്യാപിപ്പിച്ചുകൊണ്ട്. വമാ അദാഅഹു ഫിന്നാസ് മിൻ ശരീഫി അഖ്വാലിർ റസൂൽ അൽ അഅ്സം സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉന്നതമായ പ്രവാചകൻ്റെ വാക്കുകളെ, മഹത്വമായ ആ വാക്കുകളെ ആളുകൾക്കിടയിൽ വ്യാപിപ്പിച്ചുകൊണ്ട്, പ്രചരിപ്പിച്ചുകൊണ്ട്. വജലീലി അഫ്ആലിഹി, നബിയുടെ മഹത്തായ പ്രവൃത്തികളെ ആ സ്വഹാബികൾക്കും താബിഈകൾക്കും ഇടയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ഹൃദയങ്ങളെ ജീവിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹം. വഖദ് ഗദാ അനസുൻ അലാ തൂലി ഹാദൽ ഉംറിൽ മദീദി മർജിഅൻ ലിൽ മുസ്ലിമീൻ, ഈ നീണ്ട ആയുഷ്കാലം, അത്രമാത്രം ആയുസ് കിട്ടിയ അനസ് റളിയല്ലാഹു അൻഹു മുസ്ലിമീങ്ങൾക്കുള്ള ഒരു അവലംബമായിരുന്നു, മർജ ആയിരുന്നു. യഫ്സഊന ഇലൈഹി, അവർ വേഗത്തിൽ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെന്നു. പേടി കുടുങ്ങിപ്പൊളിന ഫസ എന്ന് പറയാം. അപ്പോൾ യഫ്സഊന ഇലൈഹി, ആ മുസ്ലിമീങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് പേടിയോടെ ചെല്ലുമായിരുന്നു. എപ്പോൾ? കുല്ലമാ അഷ്കല അലൈഹിം അമ്രുൻ, ഏതെങ്കിലും ഒരു വിഷയം അവരുടെ ഒരു ഇഷ്കാൽ ഉണ്ടാക്കിയാൽ, ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ തീർപ്പ് പറയാൻ വേണ്ടിയിട്ട്. വയുഅവ്വിലൂന അലൈഹി, അദ്ദേഹത്തിലാണ് അവർ അവലംബിച്ചത്. കുല്ലമസ്തഗ്ലഖ അലാ അഫ്വാഹിഹിം ഹുക്മുൻ, ഏതെങ്കിലും ഒരു വിധി അവരുടെ ബോധത്തിൻ്റെ മുമ്പിൽ, അവരുടെ ഫഹമിൻ്റെ മുമ്പിൽ അടഞ്ഞു കഴിഞ്ഞാൽ, ഇസ്തഗ്ലഖ, അത് കെട്ടിക്കിടക്കുമ്പോൾ അതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് അവരവലംബിച്ചിരുന്നതും ആ സമയം അനസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. മിൻ ദാലിക, അതിൽപ്പെട്ടതാണ് അന്ന ബഅദൽ മുമാരീന ഫിദ്ദീനി, മതത്തിൽ ചില തർക്കിക്കുന്ന ആളുകൾ. ജഅലു യതകല്ലമൂന ഫീ സുബൂതി ഹൗദിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദ് സ്ഥിരപ്പെട്ടതാണോ എന്ന കാര്യത്തിൽ അവരിങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. ഹൗദുൽ കൗസർ, മുമാരി എന്ന് പറഞ്ഞാൽ തർക്കിക്കുന്നവർ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാദിക്കുന്നവർ. അങ്ങനെ ചില ആളുകൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ ഹൗദ് ഉണ്ട് എന്നുള്ള സംഭവം സ്ഥിരപ്പെട്ടിട്ടില്ല. ചില ആളുകൾ പറഞ്ഞതുണ്ട്. ആ രൂപത്തിൽ തർക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി. ഫസഅലൂഹു ഫി ദാലിക, ഈ വിഷയത്തിൽ അദ്ദേഹത്തോട് അവർ വന്ന് ചോദിച്ചു. ഫഖാൽ, അദ്ദേഹം പറഞ്ഞു, മാ കുൻതു അദുന്നു അൻ അഈഷ ഹത്താ അറ അംസാലക്കും, നിങ്ങളെപ്പോലെയുള്ളവരെ ഞാൻ കാണും, അത്രമാത്രം ഞാൻ ഇവിടെ ജീവിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. നിങ്ങളെപ്പോലെ എന്ന് പറഞ്ഞാൽ എത്തമാറൗന ഫിൽ ഹൗദി, ഹൗദിൻ്റെ വിഷയത്തിൽ തർക്കിക്കുന്നവരായ ആളുകളെ ഞാൻ കാണേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. ലഖദ് തറക്തു അജായിസ ഖൽഫി, എനിക്ക് പിറകിൽ എത്രയോ വൃദ്ധകളെ ഞാൻ ബാക്കിയാക്കി എന്ന് പറഞ്ഞാൽ എൻ്റെ മുമ്പ് എത്രയോ വൃദ്ധ സ്ത്രീകൾ ഇവിടെ മരണപ്പെട്ടു പോയി. മാ തുസല്ലി വാഹിദത്തും മിൻഹുന്ന, അവരിൽ ഒരു സ്ത്രീ പോലും നിസ്കരിക്കുന്നില്ല. ഇല്ലാ സഅലത്തില്ല, അപ്പോഴെല്ലാം അള്ളാഹുവോട് ചോദിച്ചിട്ടല്ലാതെ. അയുസ്ഖിയഹ മിൻ ഹൗദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗദിൽ നിന്ന് അവൾക്ക് കുടിക്കാൻ അള്ളാഹു കുടിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടല്ലാതെ ആ സ്ത്രീകളുടെ ഒരു നിസ്കാരം പോലും കഴിഞ്ഞു പോയിട്ടില്ല എന്ന് അദ്ദേഹം പറയണം. എന്ന് പറഞ്ഞാൽ പൂർവികർക്ക് ആർക്കും ഇതിൽ സംശയമില്ല. അവരവരുടെ നിസ്കാരത്തിലും പ്രാർത്ഥനകളിലും അവിടെ ഉണ്ടായ സ്ത്രീകൾക്ക് പോലും ഇതറിയാം. അവരൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ്
ആ ഹൗദിന് വേണ്ടി അള്ളാഹു തേടിയിട്ടാണ് അവരുടെ ജീവിതം കഴിച്ചു കൂട്ടിയത് എന്ന് ആ കാര്യത്തിൽ അദ്ദേഹം വിധി പറയുന്നു. വലഖദ് ളല്ല അനസ് ഇബ്നു മാലിക് യഈഷു മഅ ദിക്റാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മംതദ്ദത് ബിഹിൽ ഹയാത്ത്. അതോടൊപ്പം അനസ് റളിയല്ലാഹു അൻഹു താൻ ജീവിച്ചിരുന്ന കാലമത്രയും പ്രവാചകൻ്റെ സ്മരണയിലാണ് കഴിച്ചു കൂട്ടിയത്. മംതദ്ദത്ത് മാൽ മസ്ദരിയാണ്, അത്രമാത്രം. മംതദ്ദത്ത് ബിഹിൽ ഹയാത്ത്, അദ്ദേഹത്തിന് ജീവിതമുണ്ടായിരുന്നിടത്തോളം കാലം അദ്ദേഹം പ്രവാചകൻ്റെ സ്മരണയിലാണ് കഴിഞ്ഞു പോയത്. ഫക്കാന ഷദീദൽ ബഹിജതി യൗമ ലിഖാഇഹി, നബിനെ കണ്ടുമുട്ടിയ ആ ദിവസത്തിൽ അനസ് റളിയല്ലാഹു അൻഹു ഷദീദൽ ബഹിജ, അങ്ങേയറ്റം സന്തോഷവാനായിരുന്നു. സഹിയദ്ദം, അതോടൊപ്പം വാരിക്കോരി അങ്ങേയറ്റം ധാരാളമായിട്ട് കരയുന്ന കണ്ണുനീർ പൊഴിച്ചവനുമായിരുന്നു. അലാ യൗമി ഫിറാഖിഹി, പ്രവാചകൻ്റെ വേർപാടിൻ്റെ ദിവസം. കസീറത്തർദീദിൽ കലാമിഹി, അദ്ദേഹം ധാരാളമായിട്ട് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ പറയുന്നുമുണ്ട്, ആവർത്തിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പ്രവാചകനെ കണ്ടുമുട്ടിയെന്ന് സന്തോഷം, എന്നാൽ പ്രവാചകൻ്റെ വേർപാടിലെ ദുഃഖം, ഈ രണ്ട് സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത 2 നിമിഷങ്ങളായിരുന്നു. ഹരീസൻ അലാ മുതാബഅത്തിൻ ഫി അഫ്ആലിഹി വ അഖ്വാലിഹി, പ്രവാചകൻ്റെ വാക്ക് പ്രവൃത്തി ഇതിനെ പൂർണ്ണമായി പിൻപറ്റാൻ അതീവ തൽപരനായിരുന്നു. യുഹിബ്ബു മാ അഹബ്ബ്, നബി ഇഷ്ടപ്പെട്ടതൊക്കെ അദ്ദേഹം ഇഷ്ടപ്പെട്ടു. വയക്റഹു മാ കരിഹ, പ്രവാചകൻ വെറുത്തതൊക്കെ അദ്ദേഹം വെറുത്തു. വക്കാന അക്സറമായ യദ്കുറുഹു മിൻ അയ്യാമിഹി യൗമാനി, തൻ്റെ ആയുഷ്കാലത്തിൻ്റെ ജീവിതത്തിനിടക്കുള്ള 2 ദിവസത്തെ എപ്പോഴും അദ്ദേഹം ഓർക്കുമായിരുന്നു. യൗമു ലിഖാഇഹി മഅഹു അവ്വല മറ, ആദ്യമായി പ്രവാചകനെ കണ്ടുമുട്ടിയ ആ ദിവസം. മറ്റൊന്ന് വയൗമ മുഫാറഖത്തിഹി ലഹു ആഖിറു മറ, അവസാനമായി പ്രവാചകനെ വേർപിരിഞ്ഞ ദിവസം. ഫഇദാ ദക്കറൽ യൗമ അൽ അവ്വല, ഒന്നാമത്തെ ദിവസത്തെപ്പറ്റി അദ്ദേഹം ഓർക്കുമ്പോൾ സഈദ ബിഹി വൻതശ, അതീവ സന്തുഷ്ടവാനാകും ആ ഓർമ്മിക്കുന്ന നിമിഷത്തിൽ പോലും. വൻതശ, അദ്ദേഹം ഉന്മാദമുള്ളവനാകും. വഇദാ ഖതറ ലഹുൽ യൗമ അസ്സാനി, എന്നാൽ 2ാമത്തെ ദിവസത്തെക്കുറിച്ച് മനസ്സിൽ ചിന്തിക്കുമ്പോഴേക്കും ഇൻതഹബ, അനസ് റളിയല്ലാഹു അൻഹു തേങ്ങിക്കരയും. വബക്ക, കരയും. എന്നിട്ടോ അബ്കാമൻ ഹൗലഹു മിനന്നാസ്, ചുറ്റുമുള്ളവരെയൊക്കെ കരയിപ്പിക്കും. വകസീറൻ മാ കാന യഖൂൽ, എത്രമാത്രമാണ് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ലഖദ് റഅയ്തു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ദഖല അലൈനാ, ഞാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത്, തീർച്ചയായും നബിയെ കണ്ടു, ഞങ്ങളുടെ അടുക്കലേക്ക് നബി വന്ന സമയം. വറഅയ്തുഹു, ഞാൻ നബിയെ കണ്ടിട്ടുണ്ട്. യൗമ ഖുബില മിന്ന, ഞങ്ങളിൽ നിന്ന് വഫാത്തായി പോയ ദിനം. ഫലം അറാ യൗമൈനി യുഷ്ബിഹാനിഹിമ, ഈ 2നോളം സദൃശപ്പെട്ട 2 ദിനം എൻ്റെ ജീവിതത്തിൽ വേറെയില്ല. ഫഫി യൗമി ദുഖൂലിഹിൽ മദീന, മദീനയിലേക്ക് നബി കടന്നു വന്ന ദിവസം. അദാഅ ഫീഹാ കുല്ല ഷൈഇൻ, ആ മദീനയിൽ എല്ലാത്തിലും സന്തോഷം, എല്ലാത്തിനെയും പ്രശോഭിതമാക്കിയത്. ഫഫിൽ യൗമില്ലദീ ഔശക ഫീഹി അൻ യംദിയ ഇലാ ജിവാരി റബ്ബിഹി, അങ്ങനെ പ്രവാചകൻ തൻ്റെ റബ്ബിൻ്റെ അടുക്കലേക്ക് തിരിച്ചു പോയ ദിവസം. അദ്ലമ ഫീഹാ കുല്ല ഷൈഇൻ, മദീന ഒന്നടങ്കം ഇരുട്ടിലേക്ക് ആഴ്ത്തിക്കളഞ്ഞ ദിനമാണ്, ഇരുട്ട് നിറഞ്ഞ ദിനമാണ്. വകാന ആഖിറു നദറത്തിൻ നദർതുഹാ ഇലൈഹി, അങ്ങനെ അവസാനമായി ഒരു നോട്ടം ആ പ്രവാചകനിലേക്ക് നോക്കിയത് യൗമൽ ഇസ്നൈനി, ആ തിങ്കളാഴ്ച ദിവസമായിരുന്നു. ഹീന കുഷിഫത്തിസ് സിതാറ അൻ ഹുജ്റത്തിഹി, തൻ്റെ ഹുജ്റയിൽ നിന്ന്, പ്രവാചകൻ ഹുജ്റയിൽ നിന്ന് ആ വിരിയെ മാറ്റിയ സമയം. ഫറഅയ്തു വജ്ഹഹു, അന്നാണ് ഞാൻ അവസാനമായി പ്രവാചകൻ്റെ മുഖത്തെ കാണുന്നത്. കഅന്നഹു വറഖത മുസ്ഹഫിൻ, ഒരു മുസ്ഹഫിൻ്റെ ഏട് തുറന്നു വെച്ച പോലെ പ്രവാചകൻ്റെ മുഖത്തെ ഞാൻ കണ്ടു. വക്കാനന്നാസു യൗമഇദിൻ വഖൂഫൻ ഖൽഫ അബീ ബക്രിൻ, ഈ സമയം മുസ്ലിമീങ്ങളെല്ലാവരും തന്നെ, ആളുകളൊക്കെ തന്നെയും അബൂബക്കർ റളിയല്ലാഹു പിന്നിൽ നിന്ന് നിസ്കരിക്കുകയായിരുന്നു. യൻളുറൂന ഇലൈഹി, നിസ്കാരത്തിൽ അവരൊക്കെ നോക്കി. വഖദ് കാദു അൻ യൽതരിബു, അവരവരുടെ നിസ്കാരത്തെ മുറിക്കാൻ വരെ ആയി. പ്രവാചകൻ സുഖം പ്രാപിച്ച് തിരിച്ച് ഞങ്ങളിലേക്ക് വന്ന് വീണ്ടും ഞങ്ങൾക്ക് ഇമാമ നിൽക്കുകയാണ് എന്നവർക്ക് തോന്നി. അങ്ങനെ അവരെ കുറച്ച് അവിടെ ആ നിസ്കാരത്തിൽ ഒരു അസ്വസ്ഥത അവർക്കുണ്ടായി. അവിടെ ഇളക്കം സംഭവിച്ചു. ഫഅശാറ ഇലൈഹിം അബൂബക്കർ റളിയല്ലാഹു അവിടെ കൈ കൊണ്ട് ആംഗ്യം കാണിച്ചു. അനിസ്ബുതു, നിങ്ങൾ അവിടെ നിൽക്കൂ, അഥവാ ഇളകേണ്ടതില്ല, നിസ്കാരം പൂർത്തിയാക്കാൻ അവിടെ തന്നെ നിൽക്കാൻ വേണ്ടി പറഞ്ഞു. അന്ന് പ്രവാചകൻ്റെ മുഖത്ത് ഞാൻ നോക്കി. സുമ്മ തൂഫിയ റസൂൽ അലൈഹി സ്വലാത്തു വസ്സലാം ഫി ആഖിരി ദാലിക്കൽ യൗം, ആ ദിവസത്തിൻ്റെ അവസാനത്തിൽ പ്രവാചകൻ പിന്നീട് വഫാത്താവുകയാണ്. ഫമാ നളർനാ മൻളറൻ കാന അഅജബ അലൈനാ മിൻ വജ്ഹിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന വാറൈനാഹു തുറാബഹു, ഞങ്ങൾ അവസാനം പ്രവാചകൻ്റെ ശരീരത്തിലേക്ക് 3 പിടി മണ്ണ് വാരിയിട്ടപ്പോൾ
പ്രവാചകൻ്റെ മുഖത്ത് ഞങ്ങൾ അത്ഭുതപ്പെടുത്തിയിടത്തോളം മറ്റൊരു കാഴ്ച വേറെ ഉണ്ടായിട്ടില്ല. വലഖദ് ദഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് ബിൻ മാലിക് അക്സറ മിൻ മറ. ഒരുപാട് തവണ അനസ് റളിയല്ലാഹു വേണ്ടി പ്രവാചക തിരുമേനി പ്രാർത്ഥിച്ചിട്ടുണ്ട്. വകാന മിൻ ദുആഇഹി, പ്രവാചകൻ്റെ പ്രാർത്ഥനയിൽപ്പെട്ടതാണ് ലഹു അദ്ദേഹത്തിനുള്ള അല്ലാഹുമ്മ ർസുഖ്ഹു മാലൻ വവലദൻ വബാരിക് ലഹു, അല്ലാഹുവേ അദ്ദേഹത്തിന് കനിയണമേ ധാരാളം സമ്പത്തും മക്കളും, വബാരിക് ലഹു മാത്രമല്ല ആ മക്കളിലും സമ്പത്തിലും ബറക്കത്തും നീ ചൊരിയണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു വേണ്ടി പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണ്. വഖദ് ഇസ്തജാബ അല്ലാഹു സുബ്ഹാനഹു ദുആ നബിയിഹി അലൈഹി സ്വലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനസ് റളിയല്ലാഹു വേണ്ടിയുള്ള ദുആ അല്ലാഹു സ്വീകരിച്ചു. ഫകാന അനസുൻ അക്സറൽ അൻസാരി മാലൻ, അങ്ങനെ അനസ് റളിയല്ലാഹു പിന്നീട് അൻസാരികളുടെ കൂട്ടത്തിൽ ഏറ്റവും സ്വത്തുള്ള വ്യക്തിയായി മാറി. വഔഫറഹും ദുർരിയ, ധാരാളം മക്കളുള്ളവരായി. ഹത്താ ഇന്നഹു റഅ മിൻ ഔലാദിഹി, എത്രത്തോളം പിന്നീട് അദ്ദേഹം തൻ്റെ മക്കളെ കാണുന്നുണ്ട്. വഹഫദതിഹി, മക്കൾ മാത്രമല്ല പേരക്കുട്ടികളുമായി. മാ യസീദു അലൽ മിഅ, 100ഓളം വരുന്നതായിട്ട്, 100ഓളം മക്കളും പേരക്കുട്ടികളുമായി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് ആ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തന്നെ കാണാൻ പറ്റി. വഖദ് ബാറകല്ലാഹു ലഹു ഫി ഉംരിഹി, മാത്രമല്ല ആയുസ്സിലും അല്ലാഹു ബറക്കത്ത് കൊടുത്തു. ഹത്താ ആശ ഖർനൻ കാമില, ഒരു നൂറ്റാണ്ട് മുഴുവനായി അദ്ദേഹം ജീവിച്ചു. വഫൗഖ 3 സനവാത്തിൻ, അതിനപ്പുറം 30 വർഷം വീണ്ടും. വഫൗഖഹു 3 സനവാത്തിൻ. വകാന അനസ് റളിയല്ലാഹു അൻഹു റിദ്വാനുല്ലാഹി അലൈഹി ശദീദർ റജാഇ ലിശഫാഅത്തി നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്ത് കിട്ടാൻ വേണ്ടി അതിയായ ആഗ്രഹമുള്ള വ്യക്തിയായിരുന്നു അനസ് റളിയല്ലാഹു അൻഹു. എപ്പോൾ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. ഫകസീറൻ മാ കാന യഖൂൽ, ധാരാളമായി അദ്ദേഹം പറയാറുണ്ട്, ഇന്നി ലഅർജു അൻ അൽഖാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി യൗമിൽ ഖിയാമ, ഞാൻ അധികമായിട്ടും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നബിയെ ഖിയാമത്ത് നാളിൽ കണ്ടുമുട്ടണമെന്ന്. ഫഅഖൂല ലഹു, അന്ന് ആ ഖിയാമത്ത് നാളിൽ വെച്ച് എനിക്ക് പറയണം, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, ഹാദാ ഖുവൈദിമുക ഉനൈസ്, ഇതാ അങ്ങയുടെ കൊച്ചു സേവകൻ ഈ കുഞ്ഞു അനസ് വന്നിരിക്കുന്നു എന്ന്, അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം ഇടയ്ക്ക് പറയാറുണ്ട്. വലമ്മ മരിദ അനസ് ബിൻ മാലിക് മറദൽ മൗതി, അങ്ങനെ പിന്നീട് പിൽക്കാലത്ത് അനസ് റളിയല്ലാഹു അൻഹുവിന് മരണത്തിൻ്റെ രോഗം പിടിപെട്ട സമയം, ഖാല ലി അഹ്ലിഹി, അദ്ദേഹം തൻ്റെ കുടുംബക്കാരോട് പറഞ്ഞു, ലഖിനൂനി, നിങ്ങളെനിക്ക് ചൊല്ലിത്തരൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് നിങ്ങളെനിക്ക് ചൊല്ലിത്തരൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു അൻഹു കുടുംബക്കാരോട് പറയുന്നുണ്ട്. അദ്ദേഹം നോക്കൂ, നിങ്ങൾ എല്ലാവരും മരണത്തിന് സമയത്ത് മരിക്കുന്ന ആൾക്ക് അങ്ങോട്ട് ചൊല്ലിക്കൊടുക്കുകയാണ്, ഇവിടെ ചൊല്ലി എന്നെ ഓർമ്മിപ്പിക്കൂ എന്ന് അങ്ങോട്ട് തൻ്റെ കുടുംബക്കാരോട് പറയുന്ന അനസ് റളിയല്ലാഹു അൻഹു. സുമ്മ ളല്ല യഖൂലുഹാ ഹത്താ മാത്, പിന്നെ അദ്ദേഹം മരിക്കുന്നത് വരെ അങ്ങനെ തന്നെ ചൊല്ലിക്കൊണ്ടേയിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം മരണപ്പെട്ടു പോയത്. വഖദ ഔസാ ബി ഉസയ്യത്തിൻ സഗീറത്തിൻ, അദ്ദേഹം ഒരു ചെറിയ വടി കൊണ്ട് തൻ്റെ കുടുംബത്തോട് വസിയത്ത് ചെയ്തു. ഉസയ്യ ചെറിയ വടി, അത് കാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു വടിയായിരുന്നു അത്. ആ വടി ബി അൻ തുതുഫന മഅഹു, തന്നോടൊപ്പം കഫൻ ചെയ്യപ്പെടണമെന്ന് തൻ്റെ വീട്ടുകാരോട് അദ്ദേഹം വസിയത്ത് ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വഫാത്തായ ശേഷം ആ വടിയും എടുത്താണ് അദ്ദേഹത്തെ കഫൻ ചെയ്തത്. ഫവുദിഅത്ത്, അത് വെക്കപ്പെട്ടു, ബൈന ജംബിഹി വ ഖമീസിഹി, അദ്ദേഹത്തിൻ്റെ കഫൻ പുടവയുടെയും ശരീരത്തിൻ്റെയും ഇടയിൽ ആ വടി വെച്ചു. ഹനീഅൻ ലി അനസ് ബിൻ മാലിക് അൽ അൻസാരി അലാ മാ അസ്ബഗല്ലാഹു അലൈഹി മിൻ ഖൈർ, അദ്ദേഹത്തിന് മംഗളം, അനസ് റളിയല്ലാഹു മംഗളം, എന്തിന്, അലാ മാ അസ്ബഗല്ലാഹ്, അള്ളാഹു അദ്ദേഹത്തെ മൂടിയിരിക്കുന്നു, മിൻ ഖൈർ, ധാരാളം ഖൈറുകളെ കൊണ്ട് അദ്ദേഹത്തെ മൂടിയിരിക്കുന്നു, ആവരണം ചെയ്തിരിക്കുന്നു. അല്ലേ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സേവകനായതുകൊണ്ട് ആ സേവനാണ് ഞാനെന്ന്. നബിക്ക് ചെറിയൊരു വടി നബിൻ്റെ കയ്യിലുണ്ടായിരുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ആളുകൾക്ക് മുമ്പിൽ സംസാരിക്കുമ്പോൾ ആ വടി കുത്തിപ്പിടിക്കാറുണ്ടായിരുന്നു. നിസ്കരിക്കുന്ന സമയത്ത് മുന്നിൽ സുത്രയായിട്ട് ഒരു മറയായിട്ട് ഉപയോഗിച്ചിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ കാണാം. ആ വടി പിന്നീട് അനസ് റളിയല്ലാഹുവിൻ്റെ കയ്യിലായിരുന്നു. അപ്പോൾ താൻ വഫാത്തായപ്പോൾ എൻ്റെ കഫൻ ചെയ്യുന്നിടത്ത് ആ വടി കൂടി വെക്കണമെന്ന് അദ്ദേഹം വസിയത്ത് കൊടുത്തിരുന്നു. ഫഖദ് ആശ ഫീ കനഫിർ റസൂൽ അൽ ആലം സല്ലല്ലാഹു അലൈഹി വസല്ലം 10 സനവാത്തിൻ കാമിലാത്തിൻ, പൂർണ്ണമായ 10 വർഷം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കെനഫിൽ, അധീനതയിൽ, ഉടമസ്ഥതയിൽ അദ്ദേഹം ജീവിച്ചു. വകാന സാലിസ സ്നൈനി ഫി റിവായത്തി ഹദീസിഹി, നബിൻ്റെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന പ്രഗത്ഭരിൽ 3 പേരിൽ മൂന്നാമനാണ് അദ്ദേഹം. ഹുമ, മറ്റു 2 പേരാരാ? ഒന്ന് അബൂ ഹുറൈറ വ അബ്ദുല്ലാഹി ബിൻ ഉമർ. ഒന്നാം സ്ഥാനത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹും
രണ്ടാം സ്ഥാനത്ത് ഹദീസിൻ്റെ ഹിഫ്ദിൻ്റെ കാര്യത്തിൽ റിവായത്തിൻ്റെ കാര്യത്തിൽ അബ്ദുല്ലാഹിബിൻ ഉമർ. മൂന്നാം സ്ഥാനത്ത് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവാണ്. വജസാഹുല്ലാഹു ഹുവ വ ഉമ്മഹു, അള്ളാഹു അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ മാതാവിനും പ്രതിഫലം കൊടുക്കട്ടെ. ഉമ്മ അൽ ഖുമൈസ അനിൽ ഇസ്ലാമി വൽ മുസ്ലിമീന ഖൈറൽ ജസാ, എല്ലാവിധ ഖൈറും എല്ലാവിധ ജസാഉം പ്രതിഫലവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതാണ് അനസുല്ലാൻ്റെ സുവറും മിൻ ഹയാത്തി സുഹാബ എന്ന ടെക്സ്റ്റിലെ ഭാഗം. ഇനി അവിടെ കുറച്ച് പര്യായങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ പര്യായങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കുക. അവിടെ ഖുലാസത്തു മദ്മൂനിൽ മക്കാല, അതിൻ്റെ ഖുലാസ അവിടെ നമ്മുടെ പുസ്തകത്തിൽ കൊടുത്ത് നമുക്ക് വായിക്കാം. ചെറിയ ഹെഡിങ് ആയിട്ട് കൊടുത്തു. നഷ്അത്തു അനസ് ബിൻ മാലിക്കിൻ, അനസ് ബിൻ മാലിക് റളിയല്ലാഹുവിൻ്റെ വളർച്ച. വലിദ അനസ് ബിൻ മാലിക് ഫി യസ്രിബ്, യസ്രിബിലാണ് അദ്ദേഹം ജനിച്ചത്, അഥവാ മദീനയിൽ. വതറഅ ഫി ബീഅത്തിൽ ഖൈരി വൽ മഹബ്ബ, സ്നേഹത്തിൻ്റെയും നന്മയുടെയും വീട്ടിലാണ്, ചുറ്റുപാടിലാണ് അദ്ദേഹം വളർന്നത്. നശ അനസ് അല സമാഇ അഖ്ബാരി നബിയ്യി വ ഷമാഇലിഹി, നബിയുടെ വ്യക്തിഗുണങ്ങളും നബിയെക്കുറിച്ചുള്ള വൃത്താന്തങ്ങളും വാർത്തകളൊക്കെ കേട്ടുകൊണ്ടാണ് അദ്ദേഹം വളർന്നത്. ഫനശഅത്ത് ഫി ഖൽബിഹി, അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ വളർന്നു. റഗ്ബത്തുൻ ഖവിയ്യത്തുൻ ഫി ലിഖാഇഹി, വലിയ ഒരു താല്പര്യം, നബിനെ കണ്ടുമുട്ടണമെന്ന വലിയ താല്പര്യം. രണ്ടാമത്തത് ലിഖാഉ അനസിൻ ബിൻ നബി, വിശ്വാസമയെ അനസ് കണ്ടുമുട്ടുന്നു. അത് ഫിൽ ആശറത്തി മിൻ ഉംരിഹി, തൻ്റെ 10ാം വയസ്സിലാണ്. തഹഖഖ ഹുൽമു അനസ്, അനസുല്ലാൻ്റെ താല്പര്യം, സ്വപ്നം അവിടെ യാഥാർത്ഥ്യമാകുന്നു. ഫഹുദിയ ബി ലിഖാഇൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യം ലഭിക്കുന്നു. ഇൻദമ അലിമത്ത് ഉമ്മുഹു ബി ഖുദൂമിൻ നബിയ്യി, എപ്പോൾ തൻ്റെ മാതാവ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവ് അറിഞ്ഞ സമയം, ആ സമയം അഹദത്തുഹു ലഹു ലി ഖിദ്മത്തിഹി, അനസുല്ലാഹിനെ നബിക്ക് സേവകനായിക്കൊണ്ട് ഹദിയ കൊടുക്കുകയായിരുന്നു. റഹബൻ നബിയ്യു ബി അനസ്, റഹബൻ നബിയു ബി അനസ്, അനസുല്ലാൻ നബി സാസമ്മ സ്വാഗതം ചെയ്തു. മസഹറ സഹു, തല തടവി. വദമ്മഹു ഇലാ അഹ്ലിഹി, തൻ്റെ കുടുംബത്തിലേക്ക് അദ്ദേഹത്തെ ചേർത്തു. ഖിദ്മത്തു അനസ് ലിൻ നബി, മറ്റൊരു ഭാഗം നബി സാസമ്മക്ക് അനസുല്ലാൻ്റെ സേവനമാണ്. ആഷ അനസുൻ ഫി റിആയത്തിൻ നബി 10 സനവാത്തിൻ, 10 വർഷം നബി സാസമ്മയുടെ പരിചരണത്തിൽ അനസുല്ലാൻ ജീവിച്ചു. നഹല ഖിലാലഹ മിൻ ഇൽമിഹി വ ഹദീഹി, ഈ ഘട്ടത്തിൽ നബീൻ്റെ ചര്യകളും വിജ്ഞാനങ്ങളും അദ്ദേഹം കരസ്ഥമാക്കി. നഹല കുടിച്ചു. ലം യകുൻ അനസുൻ മുജറദ ഖാദിമിൻ, അനസുല്ലാൻ വെറും ഒരു സേവകൻ മാത്രമല്ല. ബൽക്കാന തിൽമീദൻ വ സദീഖൻ ലിൻ നബി, എന്നാൽ നബീൻ്റെ സദീഖാണ്, ഒരു കൂട്ടുകാരനാണ്, ഒരു വിദ്യാർത്ഥി കൂടിയായിരുന്നു. അങ്ങനെ തഅല്ലമ അനസുൻ, അനസുല്ലാൻ പഠിച്ചു. മിനൻ നബി, നബി സാസമയിൽ നിന്ന് കുല്ലമായ തഅല്ലഖു ബിൽ ഹയാത്ത്, ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. മിൻ ആദാബി ത്വആം, അത് ഭക്ഷണ മര്യാദ മുതൽ ഇലാ കൈഫിയത്തി തആമുലി മഅന്നാസ്, ആളുകളുമായി എങ്ങനെ ഇടപഴകണം എന്നതുവരേക്കും. മറ്റൊന്ന് അസറുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അനസ് അടുക്കൽ നബിൻ്റെ സ്വാധീനം. കാനൽ നബി തഅ്സീറുൻ കബീറൻ അലാ ഹയാത്തി അനസ്, അനസ് അള്ളാഹിൻ്റെ ജീവിതത്തിൽ നബിക്ക് വലിയ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. ഗറസൻ നബിയു ഫി ഖൽബി അനസ്, അനസ് അള്ളാഹിൻ്റെ ഹൃദയത്തിൽ വിശ്വാസം നട്ടുപിടിപ്പിച്ചു. ഹുബ്ബല്ലാഹി വർ റസൂൽ, അള്ളാഹുവോടും റസൂലുള്ള സ്നേഹം. വ ഖലഖ മിൻഹു റജുലൻ സ്വാലിഹൻ ദാ അഖ്ലാഖിൻ റഫീഅ, ഒരു ഉയർന്ന സംസ്കാരമുള്ള ഒരു വ്യക്തിയായി, ധാർമ്മിക ബോധമുള്ള വ്യക്തിയായി, ഒരു സ്വാലിഹായി, ആ നിലക്ക് അദ്ദേഹത്തെ വിശ്വാസം വളർത്തിക്കൊണ്ടുവന്നു. തഅല്ലമ അനസു മിനൻ നബിയ്യി സ്വബറ, നബിയിൽ നിന്ന് അനസ് അള്ളാഹു പഠിച്ചു, ക്ഷമ പഠിച്ചു. വറഹ്മ, കാരുണ്യം പഠിച്ചു. വത്തവാദുഅ, വിനയം പഠിച്ചു. വഅസ്ബഹ നമൂദജൻ ലിൽ മുസ്ലിമിൽ മുഅ്മിൻ, വിശ്വാസിയായ മുസ്ലിമിനുള്ള ഉത്തമ മാതൃകയായി പിന്നീട് അനസ് റളിയല്ലാഹു മാറുകയാണ്. മവാഖിഫു മിൻ ഹയാത്തി അനസ് മഅൻ നബി, നബിയോടൊപ്പമുള്ള അനസ് റളിയല്ലാഹുവിൻ്റെ ജീവിതത്തിലെ ചില ഘട്ടങ്ങൾ, സന്ദർഭങ്ങൾ. تذكر أنس تذكر أنس العديد من المواقف التي عاشها مع النبي صلى الله عليه وسلم, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങൾ അനസ് റളിയല്ലാഹു അൻഹു ഓർക്കുന്നുണ്ട്. മിൻ ഹാദിഹിൽ മവാഖിഫി, ആ സന്ദർഭങ്ങളിൽപ്പെട്ട ഒന്ന് ഇർസാലുൻ നബി അനസ് ലിഹാജത്തിൻ, അനസ് റളിയല്ലാഹു ഒരു ആവശ്യത്തിന് വേണ്ടി നബി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞയക്കുന്നു. സുമ്മ സുആലുഹു ഇൻ കാന ഖദ് ദഹബ ഇലൈഹ, പിന്നീട് അതിനുശേഷം അവിടേക്ക് പോയോ എന്ന ചോദ്യവും മറ്റൊക്കെയുള്ള സന്ദർഭം. മറ്റൊന്ന് നസാഇഹുൻ നബി അനസ്, അനസ് റളിയല്ലാഹു അൻഹുവിന് നബി സ്വല്ലല്ലാഹു അലൈഹി നൽകുന്ന സതുപദേശം, ഗുണകാംക്ഷ. മിസ്ലു ഏതുപോലെ യാ ബുനയ്യ ഇൻ ഖദർത, നിനക്ക് കഴിയുകയാണെങ്കിൽ, എന്തിനു കഴിയുകയാണെങ്കിൽ ഞാൻ തുസ്ബിഹ തുംസിയെ, രാവിലെയും വൈകുന്നേരവുമായി തീരാൻ. വലൈസ ഫി ഖൽബിക ഗിഷ്ൻ ലി അഹദിൻ ഫഫ്അൽ, ഒരാളോടും വിദ്വേഷമില്ലാത്ത രൂപത്തിൽ ജീവിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യം. മറ്റൊന്ന് മവാഖിഫുൻ നബിയിൽ അൽ ഹനൂന മഅ അനസ്, അനസിനോടുള്ള പ്രവാചകൻ്റെ അനുകമ്പ നിറഞ്ഞിട്ടുള്ള ഘട്ടമാണ്. മിസ്ലു മസ്ഹിറ സിഹി, തല തടവിയ സന്ദർഭം നമുക്കറിയാം. വദമ്മഹു ഇലാ അഹ്ലിഹി, കുടുംബത്തിലേക്ക് ചേർത്ത കാര്യവും അറിയാം. അനസുൻ ബഅദ വഫാത്തിൻ നബി, മറ്റൊരു ഘട്ടം ഇതിൽ ഖുലാസിൽ വരുന്ന ഭാഗമാണ്. നബിയുടെ വഫാത്തിന് ശേഷം അനസ് റളിയല്ലാഹു അൻഹു. ബഅദ വഫാത്തിൻ നബി ആശ അനസ് 88 ആമൻ
88 വർഷം പിന്നീട് ജീവിച്ചു. ആ സമയമൊക്കെ ഷുറൈൽ മഹു വഹദിയഹു തൻ്റെ വിജ്ഞാനവും പ്രവാചകൻ പഠിച്ച ആ ചര്യകളൊക്കെ പ്രചരിപ്പിക്കുകയായിരുന്നു. റവാ അനസ് അനിൻ നബി കസീറ മിനൽ ഹദീസ്, ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തു. ബൽഖാൻ അഹദു അക്സരി സ്വഹാബ റിവായത്തൽ ലിൽ ഹദീസ്, എത്രത്തോളം സ്വഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ഹദീസ് റിപ്പോർട്ട് ചെയ്തു, അത്തരം ആളുകളുടെ പദവിയിലേക്ക് അദ്ദേഹം എത്തുന്നുണ്ട്. മറ്റൊന്ന് വഫാത്തു അനസ് റളിയല്ലാഹു വഫാത്താണ്. തൂഫി അനസ് ഇബ്നു മാലിക്കിൻ, അനസ് റളിയല്ലാഹു വഫാത്തായി. വഹുവ യദ്ഉല്ലാഹ, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ്. അയൽഖിയൻ നബിയ ഫിൽ ജന്ന, സ്വർഗത്തിൽ നബിയെ കണ്ടുമുട്ടാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്. ദുഫിന മഅഹു അസൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തൻ്റെ കൂടെ നബിൻ്റെ വടിയും മറമാടപ്പെട്ടു. റംസൻ ലിഖിദ്മതിഹി ത്വീല ലിന്നബി വഹുബ്ബിഹി ലഹു, അത് പ്രവാചകനോടുള്ള സ്നേഹത്തിൻ്റെ അതോടൊപ്പം ദീർഘകാലത്തിൻ്റെ സേവനത്തിൻ്റെ ഒരു സിമ്പൽ കൂടിയാണ് എന്ന നിലക്ക്. ആയിഷ അനസ് ഇബ്നു മാലിക്കിൻ ഹയാത്തൻ മുബാറക്ക, അനുഗ്രഹം നിറഞ്ഞ ജീവിതമാണ് അദ്ദേഹം നയിച്ചത്. ഹുദിയ ഫീഹ ബിഖിദ്മത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ കാലഘട്ടത്തിൽ പ്രവാചകനെ സേവിക്കാൻ സാധിച്ചു. വനഹല മിൻ ഇൽമിഹി വഹദിയിഹി, പ്രവാചകൻ്റെ ചര്യയും വിജ്ഞാനവും കരസ്ഥമാക്കാൻ സാധിച്ചു. കാന അനസ് നമൂദജൻ ലിസ്വഹാബി അൽ മുഖ്ലിസ്, ആത്മാർത്ഥത നിറഞ്ഞ ഒരു സ്വഹാബിക്കുള്ള ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു അനസ്. അല്ലദീ ആശ ഹയാത്തുഹു ഫീ ഖിദ്മത്തിൽ ഇസ്ലാമി വനശ്രി തആലീമിഹി, ഇസ്ലാമിനും ഇസ്ലാമിൻ്റെ വിജ്ഞാനങ്ങൾ ഇസ്ലാമിന് സേവനം അർപ്പിക്കാനും ഇസ്ലാമിൻ്റെ വിജ്ഞാനങ്ങളെ വ്യാപിപ്പിക്കുവാനും തൻ്റെ ജീവിതം ഉപയോഗിച്ച അദ്ദേഹം യഥാർത്ഥ ഒരു മുഖ്ലിസായ സ്വഹാബിക്കുള്ള ഒരു ഉദാഹരണമാണ്. ഇനി ഇവിടെ പഠിച്ച കാര്യങ്ങൾ സിമാഉ അനസ് ഇബ്നു മാലിക്കിൻ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്ന് അനസ് റളിയല്ലാഹു അൻഹു നബിയെക്കുറിച്ച് കേൾക്കുന്നു. വശമാഇലിഹി, പ്രവാചകൻ്റെ വ്യക്തിഗുണങ്ങളെപ്പറ്റിയും. വഹുവ സ്വബിയ്യൻ, ചെറുപ്പത്തിൽ തന്നെ. വശഗഫുഹു ലിലിഖാഹി, പ്രവാചകനെ കണ്ടുമുട്ടാനുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം. മറ്റൊന്ന് ഇഖ്ബാലുൻ നബി, നബി സ്വീകരിക്കുന്നു. വസാഹിബു സിദ്ദീഖ്, തൻ്റെ കൂട്ടുകാരൻ സിദ്ദീഖിനെയും. ഇലാ യസ്രിബ്, എവിടേക്ക് സ്വീകരിക്കുന്നു? യസ്രിബിലേക്ക്, മദീനയിലേക്ക്. വസ്തിഖ്ബാലു അഹ്ലി ഹാലഹുമ, ആ മദീനക്കാർ അവരെ രണ്ടുപേരെയും എങ്ങനെയാണ് സ്വീകരിക്കുന്നത് എന്ന കാര്യവും ഈ പാഠഭാഗത്തിൽ നാം മനസ്സിലാക്കിയതാണ്. മറ്റൊന്ന് ഇഹ്ദാ ഉൽ ഉമൈസ ഉമ്മി അനസ്, അനസിൻ്റെ ഉമ്മയായ അൽ ഉമൈസ എൻ്റെ സമ്മാനത്തെ പറ്റിയാണ്. അതാരെയാണ്? ഗുലാമഹ അനസ് ലിൻ നബി, അവരുടെ കുഞ്ഞായ അനസ് റളിയല്ലാഹു അൻഹു നബിക്ക് വേണ്ടി സമ്മാനമായി കൊടുക്കുന്നു. അങ്ങനെ സോറ അനസുൻ ഖാദിമൻ ലിൻ നബി ഫി സിന്നിഹിൽ ആഷിർ, എൻ്റെ 10-ാം വയസ്സിൽ തന്നെ നബിക്കുള്ളൊരു സേവകനായി അനസ് റളിയല്ലാഹു മാറുകയാണ്. ആഷ അനസുൻ ഫി കനഫി റസൂൽ വസുഹബിഹി വഖിദമിഹി ഇലാ അൻ ലഹിഖ ബിർ റഫീഖിൽ അഅ്ലാ, പ്രവാചകന് വേണ്ടി വഫാത്താകുന്നവരെ നബിക്ക് സേവനമനുഷ്ഠിച്ച് പ്രവാചകൻ്റെ സഹവാസിയായി പ്രവാചകൻ്റെ ഉത്തരവാദിത്തത്തിലാണ് പിന്നീട് അദ്ദേഹം ജീവിക്കുന്നത്. ഇൻ ഖദർത അൻ തുസ്ബിഹ വതുംസിയ വലൈസ ഫീ ഖൽബി ഗിശ്ശുൻ ലിഅഹദിൻ ഫഫ്അൽ, പ്രവാചകൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശങ്ങളിൽ ഉപദേശമാണ്. അനസ് റളിയല്ലാഹു കൊടുത്ത ഉപദേശമാണ്. രാവും വൈകുന്നേരവും നീ ആയിത്തീരുന്നു, അഥവാ ദിവസം മുഴുവനും നീ ആയിത്തീരുക. നിന്റെ ഹൃദയത്തിൽ ഒരാളോടും ഒരു വഞ്ചനയും പകയും ഇല്ലാത്ത രൂപത്തിൽ അങ്ങനെ നീ പ്രവർത്തിക്കുക. മറ്റൊന്ന് ഇഹ്തിമാമു അനസിൻ ബി റിവായത്തിൽ ഹദീസ് നബവിയ്യ വനശ്രി ഉലൂമിഹ, ഹദീസുകളെ, പ്രവാചകൻ്റെ ഹദീസുകളെ റിപ്പോർട്ട് ചെയ്യാൻ അനസ് റളിയല്ലാഹു താല്പര്യം, അതുപോലെ വിജ്ഞാനങ്ങളെ വ്യാപിപ്പിക്കുവാനും. മറ്റൊന്ന് വല്ല അനസു യഈഷു മഅ ദിക്റ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംതദ്ദ ബിഹിൽ ഹയാത്ത്, ജീവിതമുള്ള കാലത്തോളം അനസ് റളിയല്ലാഹു പ്രവാചകൻ്റെ സ്മരണയിലും ഓർമ്മയിലും കഴിച്ചുകൂട്ടി. ഇനി ഇവിടെ ക്വസ്റ്റ്യൻ ആൻസറാണ്. ചോദ്യം നമുക്ക് വായിക്കാം. മൻ ഉമ്മു അനസ്, അനസ് റളിയല്ലാഹു ഉമ്മ ആരാണ്? മാ തഹഫത്ത് ബിഹി ഉമ്മു അനസ് ലിൻ നബി, നബിക്ക് എന്താണ് ഉമ്മു അനസ് സമ്മാനമായി കൊടുത്തത്? കം കാന ഉംറു അനസിൻ ഹീന സഇദ ബിഖിദ്മത്തിൻ നബി, നബിക്ക് സേവനം അർപ്പിക്കുക എന്ന സൗഭാഗ്യം കിട്ടുന്ന സമയം അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രായം എത്രയാണ്? കം കാന മുദ്ദത സുഹ്ബത്തിൻ അനസിൻ ലിർ റസൂൽ, എത്ര കാലമാണ് അനസ് റളിയല്ലാഹു നബിക്ക് സേവനം അനുഷ്ഠിച്ചത്? കം സനതൻ ആഷ അനസ് ബഅദ വഫാത്തിൻ നബി, നബിയുടെ വഫാത്തിന് ശേഷം അനസ് റളിയല്ലാഹു എത്ര കാലം ജീവിച്ചു? കാന അനസുൻ അക്സറ മാ യദ്കുറുഹു മിൻ അയ്യാമിൻ നബി യൗമാനി മാ ഹുമാ, തൻ്റെ ജീവിതത്തിൽ നബിയോടൊപ്പമുള്ള തൻ്റെ ജീവിതത്തിൻ്റെ ദിനങ്ങൾ എടുത്തു പരിശോധിക്കുമ്പോൾ 2 ദിവസം ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് അനസ് റളിയല്ലാഹു ഓർക്കുന്നുണ്ട്. ഏതാണ് ആ 2 ദിവസം? ഇദാ ദഖൽത അലാ അഹ്ലിക ഫസല്ലിം യകുൻ ബറകതൻ അലൈക വഅലാ അഹ്ലി ബൈതിക് മൻ ഖാല വലിമൻ, ഈ ഒരു വാചകം ആരോട് പറഞ്ഞതാണ്? ഏതാ വാചകം? നിൻ്റെ വീട്ടിലേക്ക് നീ പ്രവേശിക്കുമ്പോൾ നീ സലാം പറയുക, അത് നിനക്കുള്ള അതുപോലെ നിൻ്റെ കുടുംബത്തിനുള്ള ബറക്കത്താണ്, ഖൈറാണ് എന്ന്. കൈഫ കാനത്ത് ഹാലു അനസിൻ ഇദാ ഖതറ ലഹു യൗമു മുഫാറഖതിഹി ലിന്നബി ആഖിറ മറ, അവസാനമായി നബിയെ കണ്ട് പ്രവാചകൻ വേർപെട്ട ആ ദിവസത്തെക്കുറിച്ച് അനസ് റളിയല്ലാഹു ഓർക്കുമ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസ്ഥ? അതിൻ്റെ ഉത്തരങ്ങൾ താഴെ നൽകിയത് നമ്മൾ വായിക്കുക, പഠിക്കുക. ഇതോടുകൂടെ ഈ ബ്ലോക്ക് ഇവിടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.